പണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ ഇങ്ങനെ പറഞ്ഞ സമയത്തൊക്കെ ടീമിൽ ഇങ്ങനെ ഇന്നാരോടൊന്നും തന്നെ സ്പെസിഫിക് ആയിട്ട് ആളുടെ പേര് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വിഷമം ഉണ്ടായിട്ടുണ്ട്. സാർ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കും? പക്ഷേ ഞാൻ സാറിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. എന്താണ് സാർ എന്നെ പറഞ്ഞത് എന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇന്നെനിക്കറിയാം സാർ എന്തുകൊണ്ട് അന്നത് അങ്ങനെ പറഞ്ഞു. കാരണം അന്ന് ഞാൻ എനിക്ക് അത്രയും പോലും ഞാൻ എന്താ പറയുന്നത് ശിശുവായിരുന്നു. ഇന്ന് ഞാൻ വളർന്ന് വലുതായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ന് ഞാൻ വളർന്ന് വലുതായോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ ചെറിയ വ്യത്യാസമാണ് ഇന്ന് പ്ലാറ്റിനം എന്നുള്ള ലെവലിൽ ഇവിടെ എത്താനെ കൊണ്ട് 100% അദ്ദേഹത്തിൻ്റെ മാത്രം ക്രെഡിറ്റാണ്. ഹലോ അവിടെയും പണിയുന്നുണ്ടോ? ആ ശരി, ഇനിയിപ്പോ ഇത് ഫിനിഷ് ചെയ്തിട്ട് ഇല്ല. പിന്നെ ഞാൻ ഇത് മുറിഞ്ഞ് എൻ്റെ ആ ഫ്ലോ പോയി യഥാർത്ഥത്തിൽ. അതെ, അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ സബ്മിഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എൻ്റെ അടുത്ത് ടീമിൽ സംസാരിക്കാനെ കൊണ്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളിനോട് സംസാരിക്കാൻ ഒരാളിനെ കാണാൻ പോകുന്നു, പുതുതായിട്ട് ഞാൻ ഒരാളിനെ കാണാൻ പോകുന്നു, കണ്ട് സാറുമായിട്ട് സംസാരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ ഞാൻ സാറിനടുത്ത് പറയും, സാറേ ഇങ്ങനെ ഇന്നതൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ 100% ഇന്നും സാർ എനിക്ക് കറക്റ്റ് ചെയ്യാനുള്ളൊരു പോയിന്റ് പറഞ്ഞു തരും. അപ്പം നമുക്കത് ആവശ്യമാണോ അല്ലയോ? നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ ആരും പൂർണ്ണമായിട്ടുള്ളവരല്ല. നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ 100% 6 മാസം നിങ്ങൾ സബ്മിഷനോട് കൂടി ഇരിക്കും. 100% നിങ്ങളുടെ എല്ലാത്തിനും ഇപ്പോൾ ഉള്ളതിൻ്റെ നേരെ മുകളിൽ യാതൊരു മാറ്റവും ഇല്ല. ഞാനിത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ്. ജീവിതം കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. സാറ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് എനിക്കൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. കഴിഞ്ഞ എൻ്റെ ഒരു ലെഗിൽ സാർ എനിക്ക് താഴെ ഡീപ്പിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുകയും അത് സംസാരിച്ചതിന് ശേഷം സംസാരിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് തോന്നി അത് എന്നെ ഒന്ന് സൈഡ് ചെയ്യുന്നത് പോലെ എനിക്കൊരു ഫീല് തോന്നി. ശരിക്കും അതൊരു ഫീല് തോന്നി. ഞാൻ സാറിൻ്റെ അടുത്ത് സാർ അതങ്ങനെ അതാണ് ഞാൻ ആദ്യമായിട്ട് സാറിന് ഞാൻ ചോദിച്ചിരിക്കുന്ന കാര്യം. സാറേ അത് അങ്ങനെ അവിടെ എന്തായാലും സാറേ ഞാൻ ചോദിച്ചു, സാറ് ചേട്ടാ അത് ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു, അതാണ് ഞാൻ അവിടെ സംസാരിച്ചത്. സാറിൻ്റെ അടുത്ത് എടുത്തൊക്കെ ഞാൻ സംസാരിക്കുന്നത് ബുദ്ധിമുട്ട് ചേട്ടനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സംസാരിക്കുന്നത്. ഞാൻ ഹർട്ടഡായിപ്പോയി സാർ അങ്ങനെ സംസാരിച്ചപ്പോൾ. നോക്കൂ, അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിൽക്കുന്ന മനുഷ്യനാണ്. ഞാൻ അങ്ങനെ സാറത് പെട്ടെന്ന് അങ്ങനെ എന്നോട് ചോദിക്കുകയും ചെയ്തു. വേറെ അടുത്താണെങ്കിൽ ചോദിക്കത്തില്ല, എന്നോട് ചോദിക്കും. കാരണം ഞാൻ 100% അദ്ദേഹത്തിന് അറിയാം ചോദിച്ചാൽ എനിക്ക്. പക്ഷേ എനിക്ക് ഫീൽ വന്നു അത് യഥാർത്ഥത്തിൽ. നോക്കൂ, അദ്ദേഹം സംസാരിച്ച് അത് ക്ലിയറാക്കി ആ മനുഷ്യൻ നാളെ ഫൗണ്ടേഷൻ പ്ലാറ്റിനം ആയാൽ നോക്കൂ എനിക്കൊരു ലെഗ് ക്രിയേറ്റ് ചെയ്ത് തരുമില്ലയോ? അതാണ് ഞാൻ പോയിട്ട് തലക്കടിച്ചിങ്ങനെ ഇരുത്തുന്നത്. എന്ന് ആലോചിച്ച് എത്ര മണ്ടനാണ് ഞാനെന്ന് നോക്കൂ. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ആരും പോകേണ്ടതല്ല, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. കറക്റ്റ് നമ്മൾ ഒരു ചരടിൽ കോർത്ത മണികൾ പോലെ ആയിരിക്കണം നമ്മുടെ ടീം എപ്പോഴും. സംസ്ഥാനത്തെ ഇതിലുള്ള ടീം എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കണം. നമുക്കൊരു കൺഫ്യൂഷനും പാടില്ല. എല്ലാവരും 100% എന്താ കൈ കറക്കുന്നു. 100% നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായിരിക്കണം, സബ്മിഷൻ ഉള്ളവരായിരിക്കണം. പിന്നെ ഒരു ശരിക്കും നമ്മൾ കമ്പനിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, നമ്മൾ ആംബെയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാഗ്യവശാൽ ഞാൻ ആംബെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് എനിക്കുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. പലരും പണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്കൊന്നിനെയും വിശ്വാസമല്ലായിരുന്നു. കാരണം ഞാനൊരു അവരെ സാറൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഇവരെ പറ്റില്ല, അവിടെ നിന്ന് വന്നവരായതുകൊണ്ട് അവർ വേണ്ടാന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു. നോക്കൂ, ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്ന നമ്മുടെ എക്കോണമിയെ തന്നെ എന്താ പറയുന്നത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല ഒരു കമ്പനിയിലാണ് നമ്മളൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരെ കാണുന്നവരെല്ലാം പറയുന്നത് എന്താ, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഇപ്പോൾ ഇടുക്കിയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, എന്തോ ബാങ്കിൻ്റെ ATM ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം നടക്കുന്നുണ്ട്. അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞ് അവർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ എന്തോ പൈസ വരും. അപ്പോൾ ചിലരൊക്കെ വളരെ എക്സൈറ്റഡ് കൂടി ഇന്നെനിക്ക് 290 രൂപ വന്നു, 2000 രൂപ വന്നു. അങ്ങനെയൊക്കെയുള്ള സ്കീമുകൾ പലതും
വരുന്നുണ്ട്. അപ്പം നമ്മളെന്നുള്ളത് നമ്മുടെ ടീമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ ടീമിലുള്ളവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ കമ്പനിയെക്കുറിച്ച് എപ്പോഴും അവരോട്, കമ്പനിയുടെ വലിപ്പത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം നമ്മുടെ ഡൗൺലൈനെ കണ്ടിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ വലിപ്പം, നമ്മുടെ ടീമിൻ്റെ സിസ്റ്റത്തിൻ്റെ വലിപ്പം. ഒരു പോയിന്റ് നിങ്ങളത് മെൻഷൻ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ടീമിലുള്ളൊരു ആളെനിക്കൊരു ഗോൾഡിൻ്റെ ഒക്കെ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാറുണ്ട്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആ നമ്പർ 1-2 പ്രാവശ്യം ഇട്ടപ്പോൾ ഞാനത് അനങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ 2-3 സിൽവർ പ്രൊഡ്യൂസറും 18% എല്ലാം കൂടെ ഒന്നിച്ചിട്ടെങ്കിൽ തോറ്റ് ഒരു കുഴപ്പമില്ല, സമാധാനം, ഒരു ചിരിച്ച ഒരു ഇമോജിങ്ങിലിട്ട് സന്തോഷം. ഇനി എനിക്കറിയാം മറ്റേ സാധനം എനിക്കിടത്തില്ലെന്നറിയാം. അത് വിചാരിച്ചത് എന്താണ്, ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാനങ്ങ് അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ടൊക്കെ പോകുമെന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത്. നോക്കൂ, അപ്പം നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ പോലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ടീമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. എപ്പോഴും നമ്മുടെ കമ്പനിയെക്കുറിച്ച്, നമ്മുടെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഡൗൺലൈനെ കാണുമ്പോൾ കമ്പനിയുടെ ഒരു നല്ല കാര്യങ്ങൾ പറയുക, നമ്മുടെ ടീമിൻ്റെ നല്ല കാര്യങ്ങൾ പറയുക. അപ്ലയൻസിനെ എപ്പോഴും എഡിഫൈ സംസാരിക്കുക. അപ്ലയൻസിനെ എഡിഫൈ സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് ഫീൽ ഉണ്ടായ ഒരു കാര്യമാണ്. അപ്ലയൻസിനെ എഡിഫൈ നമ്മൾ സൈഡ്ലൈൻ ചെയ്യുന്നു എന്ന് തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. പണ്ട് സത്യം എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ സൈഡ്ലൈൻ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അപ്ലൈനെ എഡിഫൈ ചെയ്ത്, നിങ്ങൾ എത്ര എഡിഫൈ ചെയ്ത് സംസാരിക്കുന്നു, ആ എഡിഫൈ ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ടീമിൻ്റെ വളർച്ചയ്ക്ക്. അവർ വാ തുറന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ഇരിക്കുന്ന മൊത്തം ആൾക്കാർ കേൾക്കും. അവർ ഞാൻ ഉൾപ്പെടെ, എന്നെ ഉൾപ്പെടെ അത് പിന്നെ എന്താ ആൾക്കാർ പറയുന്നത് കേൾക്കുകയും നമ്മളെ അവർ അംഗീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ടീം വളർത്തിയെടുക്കാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് മാറി പോയി ടോപ്പിക്കൊക്കെ, എന്നാലും സക്സസ്. താങ്ക് യു. അപ്പം നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള സക്സസ് എല്ലാ മാസവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ടീമിൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം സക്സസ് തരുന്ന ഒരു ലഹരി മറ്റൊന്നിനുമില്ല. ഇപ്പം അഭിലാഷ് ഭായി ഇന്നിപ്പോൾ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്തൊരു ഇത് പറയുമായിരുന്നു, ഒരു പുതിയൊരു ഡൗൺലൈൻ. അദ്ദേഹം അവിടുത്തെ ഭയങ്കര ഒരു നല്ല പൈസക്കാരനാണ്. അപ്പം ഈവനിങ് ടൈമിൽ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് വാന്ന് പറഞ്ഞ് വീട്ടിലൊരു അത്യാവശ്യ കാര്യമായിട്ട് വരാൻ പറഞ്ഞു. അവിടെ ഫോറിനിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ ഒരു വലിയ വിദേശ മദ്യവും 4 ഗ്ലാസ്സുമായിട്ട് അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അദ്ദേഹം ഒരു തുള്ളി പോലും അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള നല്ല ഒരു കൾച്ചർ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അവരിന്ന് അല്ലേ, അവരതിൽ നിന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാരും കൂടെ സൈനപ്പ് ചെയ്യുകയും അതൊരു നല്ല ഓപ്പണിംഗ് ആയിട്ട് കിട്ടി അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കൾച്ചർ, വാല്യൂസ്, അതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് പുറത്തുള്ള വേൾഡിൽ നിന്നല്ല. എന്നെ ഒരു കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു ഇതായിക്കോട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കായംകുളത്തു നിന്ന് കോട്ടയത്ത് ഒരു ഓപ്പൺ മീറ്റിങ്ങിന് പോയപ്പോഴത്തേക്ക് കായംകുളത്തു നിന്ന് വന്നവർ എണീറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് കയ്യടി തന്ന ആൾക്കാരാണ് എൻ്റെ ഈ ഓപ്പർച്യൂണിറ്റിയിലുള്ളത്. അപ്പോൾ ഈ ഒരു കൾച്ചറും ഈ ഒരു ഹാബിറ്റ്സും നമുക്ക് പുറത്തില്ല. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിന് ഗംഭീര ഒരു ക്ലാസ് കൊടുക്കാം. അടുത്തതായി നമ്മൾ വന്നോ, കറണ്ട് വന്നോ? നമ്മളൊരു സെഷൻ കറണ്ട് പോയോ ചെക്ക് ചെയ്യാനായിട്ട് അല്ല, അതിന്റെ ഇതുണ്ടാകും. അവരെ വിളിച്ചാൽ അറിയാൻ പറ്റുമോ സാറേ? ഇതിന്റെ കേറ്റഗേഴ്സ് ഉണ്ടോ സാർ? ഒരെണ്ണം താഴോട്ട് പോയോ? സ്വിച്ച് ഷോർട്ട് ആയിരിക്കും. ലൈറ്റർ എന്താ സ്വിച്ച് ഷോർട്ട് ആയിരിക്കും. ഈ ലൈറ്റർ മതി. അപ്പൊ ഇതൊന്നും ചാരല്ല സാർ. ഓക്കെ, അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് 2 സക്സസ് ഏതാണ് കഴിഞ്ഞ മാസത്തെ ബ്രാൻഡ് ന്യൂ സിൽവേഴ്സ്. നമുക്ക് അവർക്ക് ദീർഘമായിട്ടുള്ള പ്രസംഗം നമുക്ക് എവിടെ ഉണ്ട്? 12-ാം തീയതി. കാരണം കഴിഞ്ഞ സെലിബ്രേഷൻ ഡേ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും 12-ാം തീയതി തിരിച്ചു കയറുന്നത്. ഇത്രയും നമ്മൾ ആ സസ്പെൻസ് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്.
ആദ്യമായി നമുക്ക് പാലക്കാട് ഏറ്റവും ദൂരത്തിൽ നിന്ന് വന്ന ആളിനെ, അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ സക്സസ്, അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ്, കൂടുതലായിട്ട് സമയം സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് 5 മിനിറ്റ് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും. യെസ്, വെൽക്കം വെൽക്കം സാർ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാണ് സിൽവർ ആവണം, അതിൻ്റെ മുകളിൽ പോകണം, ടീമിൽ 6 ഡയമണ്ട്സ് വരണം, ഞാൻ ആഗ്രഹിച്ചാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്. പക്ഷേ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്ത് പ്രയത്നം, സന്ദീപിൻ്റെ സപ്പോർട്ടും ദീപക് സാറിൻ്റെ സപ്പോർട്ടും സാബു സാറിൻ്റെയും ഷെരീഫ് സാറിൻ്റെയും ടീമിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് ആക്കിയെടുത്തപ്പോൾ എനിക്കുണ്ടായൊരു, സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമല്ല, എനിക്ക് ഒരുമാതിരി അവസ്ഥയാണ്. എന്താ വെച്ചാൽ എങ്ങനെ ഇതായി, ഇത്ര സിമ്പിളായിട്ട് ഇതാകാൻ പറ്റുമായിരുന്നോ, പറഞ്ഞാൽ ഇത് മുമ്പേ ചെയ്യാൻ പറ്റില്ലായിരുന്നു എനിക്ക് തോന്നലുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ പേന ഡയറി എടുത്ത് വെച്ച് പല പ്രാവശ്യം വർഷങ്ങളോളം ഈ ലിസ്റ്റ് എഴുതിയിട്ടും പല ആൾക്കാരെയും വിളിച്ചിട്ടും നമുക്ക് ആകാൻ പറ്റില്ല. അപ്പോൾ ഒരു സിസ്റ്റത്തിലൂടെ മാത്രമേ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ ടീമിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് എൻ്റെ ടീമിനോടും സാറോടും എല്ലാവരോടും നന്ദിയുണ്ട്. പിന്നെ രണ്ടാമത്തൊരു കാര്യം, കാരണം നേരത്തെ ഷെരീഫ് സാറ് പറഞ്ഞു നമ്മൾ ചേഞ്ച് ചെയ്യുന്ന കാര്യം. ഞാൻ പെട്ടെന്ന് ആര് പറഞ്ഞാൽ കേൾക്കാത്തൊരു വ്യക്തിയാണ്, ആര് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷേ ഈ ടീമിൽ വന്നപ്പോൾ സാബു സാറായിട്ട് ഫസ്റ്റ് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വന്നിട്ട് ഇടയിൽ കുറച്ച് നേരം ബ്രേക്ക്, കുറച്ച് പ്രോഗ്രാമിന് വരാണ്ടായി. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ സാറ് എന്നോട് വിളിച്ചു, എന്താ ചെയ്യുമെന്ന് ചോദിച്ചു. വല്ല സാറേ വർക്കിൻ്റെ പ്രഷറാണ് പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് ചോദിച്ചു എത്ര വർക്കേഴ്സ് ഉണ്ട് ചോദിച്ചപ്പോൾ 2 വർക്കേഴ്സ്. എത്ര സൈറ്റ് ഉണ്ട്? 3 സൈറ്റ്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു എനിക്ക് 13 സൈറ്റ് ഉണ്ട്, 200 വർക്കേഴ്സ് ഉണ്ട്, ഒരുത്തിൻ്റെ ഇടയ്ക്ക് ബിൽഡിങ്ങിന് മുകളിൽ വീണ് ഇടുപ്പൊടിഞ്ഞു. ഇങ്ങനെ സാറ് എൻ്റെ ഒരു, ഞാൻ വലിയൊരു കാര്യമാണെന്ന് വെച്ചാൽ സാറ് ആ ചെറിയ കാര്യമൊക്കെ സാർ കാണിച്ചത്, അത് എനിക്കൊരു അത് പറഞ്ഞാൽ എനിക്കൊരു ചേഞ്ച് വന്ന സംഭവം. പിന്നെ ദീപക് സാർ ഇവിടെ നിന്ന് മഴയിൽ പാലക്കാട്, അപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര മഴ കാരണം വരാൻ പറ്റുന്നില്ല എന്ന്. സാറ് പറഞ്ഞു അത് ഇവിടെ നല്ല മഴയുണ്ടെന്ന് വെച്ചാണ്. ഞാൻ അറിയാൻ പറഞ്ഞു. അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് ചേഞ്ച് വരുന്നത്. എന്താ കാര്യം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക, എങ്ങനെ പറയാം, എനിക്ക് മാറാൻ പറ്റില്ല, അത് പ്രശ്നമാണെന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്തു. ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അത് സാറ് പറഞ്ഞ കാര്യമുണ്ട്, നമ്മളാരും തിരുത്താൻ പാടില്ല, അത് ഞാൻ ശ്രമിച്ചു. അതിലും വലിയ മാറ്റം വന്നു. എൻ്റെ ബിസിനസ്സൊക്കെ അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഈ ടീമിൽ വന്ന പിന്നെ എനിക്ക് ഒരുപാട് ചേഞ്ചസാണ്. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ വിചാരിച്ചു, ദീപക് സാറിന് ഞാൻ ഓരോ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ ചെറിയൊരു സംഭവം തുടങ്ങി, ഇന്നത് വലിയ സംഭവമായി. അതൊക്കെ ഈ ടീമിൽ വന്ന കൗൺസിലിങ്ങും സാറിൻ്റെ മെൻറ്റർഷിപ്പും പിന്നെ പെരിയ സ്വാമി സാറായിട്ട് അടുത്ത ഇടപെടലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറയാം, എനിക്ക് എൻ്റെ ഫാമിലിയിൽ ഏകദേശം 2003 തൊട്ട് ആംബി ബിസിനസ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ഓട്ടം എന്നല്ലാതെ ഞങ്ങൾക്കൊന്ന് പ്രൂവണായിട്ടൊന്നും കുടുംബത്തിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ സിൽവറായപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ എല്ലാവരോടും പറഞ്ഞു, എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. എന്നെ പണ്ട് ജോയിൻ ചെയ്ത് തുളസി എന്ന് പറഞ്ഞൊരു വലിയ ചെറിയ മോനാണ്, അവൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. നമ്മുടെ ഈ അത് പറഞ്ഞാൽ അത്രയും കാലം ഞങ്ങൾ ഡൽഹിക്ക് പോയിട്ടുണ്ട്, പോകാത്ത സ്ഥലങ്ങളില്ല. ആംബെ എങ്ങനെ സക്സസ് ആവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഭാഗത്ത് പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് ആംബെയിൽ 1500 വരുമാനം. അപ്പോൾ എൻ്റെ പഴയ അപ്ലൈൻ പറഞ്ഞു ഇന്ന് സിൽവർ പ്രൊഡ്യൂസറാക്കി തരാമെന്ന് ഈ മാസം. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അന്ന്. പിന്നെ ഞാൻ പല ഫീൽഡിൽ ഇറങ്ങി, പക്ഷേ എല്ലാത്തിലും നോക്കുമ്പോൾ നഷ്ടങ്ങളാണ് വരുന്നത്. നമുക്ക് എല്ലാ ഫീൽഡും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ഫീൽഡ് ചെയ്താലും, വണ്ടി ഫീൽഡിൽ ഞാൻ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം നോക്കുമ്പോൾ ഒരു 10-15 ലക്ഷം രൂപ നഷ്ടമാണ്. ഓരോ ഫീൽഡും നമ്മൾ ആംബെ ബിസിനസ് പോലെ നമ്മൾ ഒരു സമയത്ത് കഷ്ടപ്പെട്ടിട്ട് നമ്മളൊന്ന് ഫ്രീ ആകുമ്പോൾ ഇൻകം കൂടുന്ന വേറെ ബിസിനസ് ലോകത്തില്ല. എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്, പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഇത്രയും അവരുടെ ഒരു ബന്ധത്തോടെ ഇപ്പോൾ സാറുമാരൊന്നും എനിക്ക് ഒരു 5 വർഷം മുമ്പ് ആരെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഇതൊക്കെ കേൾക്കാൻ പറ്റണം. പിന്നെ ഈ സിൽവർ മീറ്റ് ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്. അതുപോലെ ഞാൻ 15% അടുത്ത സ്റ്റെപ്പ് ആക്കി എനിക്ക് പറ്റിയില്ല, കുറച്ച് സ്ലോ വന്നു. പക്ഷേ എനിക്കത് ഇതിൽ ഈ ടീമിൽ കയറണം, നിങ്ങളൊക്കെ ഓരോ വീഡിയോ ഇടുമ്പോൾ ഇതിലൂടെ വരണം, ഞാൻ ആഗ്രഹിച്ച സംഭവം. അപ്പോൾ ആഗ്രഹിച്ച് എന്ത് നടക്കുന്നുള്ളത് നമ്മൾ ഈ ബിസിനസ്സിലൂടെ പഠിച്ചത് കാര്യം. പക്ഷേ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ട് നമ്മളത് ഈ ടീമിൽ വന്ന പിന്നെയാണ് കറക്റ്റ് എങ്ങനെ ആഗ്രഹിക്കണം. അത് ഈ സാറ് പറഞ്ഞില്ലേ അപ്ലൈൻ്റെ ഞാൻ സാബു സാറായിട്ട് അധികം വിളിക്കാറില്ല. പക്ഷേ സാറ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ, സാർ ഒരിക്കൽ പറഞ്ഞ് എനിക്കത് ലൈഫ് ലോങ് നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ബിസിനസ്സിലും പല ആൾക്കാരും ഒന്ന് പല അഡ്വൈസും ചെയ്യും, ഞാൻ എടുക്കാറില്ല, കാരണം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഈ ക്രിട്ടിക്കലായിട്ട് ചില സമയത്ത് സാറിൻ്റെ ആ ഒരു എന്താ പറയുക, സാറ് പറയണ കാര്യങ്ങൾ അത് ശരിക്കും പല വലിയ തെറ്റുകളും തിരുത്താൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി ആയാലും മക്കളായാലും വീടായാലും ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളായാലും
എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടും 100% സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം എനിക്കെന്താ വെച്ചാൽ ഈ മറ്റേ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ അരവേട്ടൻ, ഞാൻ, വാസുവേട്ടൻ, ഞങ്ങൾ 3 പേരും കൂടുതൽ ടീമായിട്ടാണ് ഞങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ പുതിയൊരാൾ വന്നു, സന്ദീപ് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളിത് ചെയ്ത് നിന്നാൽ ഈ ആരൊക്കെ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് നമ്മുടെ താഴ്ചയായിരിക്കും. അത്ര മതി എന്ന് സന്ദീപ് പറഞ്ഞൊരു കാര്യം. പിന്നെ സന്ദീപ് അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഒരു കോംപ്ലിക്കേഷൻ സന്ദീപിനെ വിളിച്ച് സന്ദീപ് സോൾവ് ചെയ്ത് സിമ്പിളായിട്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരിക എന്ന് വിളിച്ച് വെച്ചപ്പോൾ അതിൽ ടോൾ ഫ്രീ അവർ നമ്പർ വിളിച്ച് വെച്ചാൽ വരും. ഞാൻ എങ്ങനെയാണ് വരിക എന്ന് പറയാം, സിമ്പിളാണ് കാര്യം. അപ്പോൾ നമ്മൾ ചിന്തിക്കില്ല, സന്ദീപ് അത് ചിന്തിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്ദീപ് ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ അഭിലാഷ് സാറ്, അതുപോലെ തന്നെ മാഡം, അതുപോലെ തന്നെ ബിന്ദു ചേച്ചി, ഹസീന മാഡത്തിന് എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ ചേച്ചീൻ്റെ സംസാരം എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ആശാ മാഡം, എല്ലാവരും വന്നിട്ട് നമ്മളെ സക്സസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് പാലക്കാട് വന്ന് പ്രോഗ്രാം. സാർ ഫസ്റ്റ് പാലക്കാട് വന്നപ്പോൾ എനിക്ക് സാറിനോട് സംസാരിക്കാൻ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ഇമോഷണലായി. സാറ് 3 പ്രാവശ്യം വരുമ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്തു. എനിക്കത് വളരെ സന്തോഷമുണ്ട്. സാറ് പറഞ്ഞ് വണ്ടി ഓടിച്ച് അതുവരെ വന്ന് ഞാൻ എല്ലാവരെയും പിടിച്ചിരുത്തി. എനിക്കൊരു ക്വാളിറ്റി എന്നല്ല, ഞാനൊരു സംഭവം ചെയ്യുമ്പോൾ കൂട്ടായ്മയോടെ ചെയ്യും. ഞാൻ എൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനെ എപ്പോഴും ഏത് സിറ്റുവേഷൻ ഞാൻ കൂട്ടിപ്പിടിക്കും. അതാണ് എനിക്ക്, ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു എത്ര വലിയ പ്രശ്നം ഞാൻ വിട്ടുകൊടുക്കില്ല. അതാണ് എൻ്റെ ബിസിനസ്സിൽ എന്നെ ഇതുവരെ എത്തിച്ചെന്നുള്ളൊരു. സാറ് എന്നെ പറ്റിയൊരു അഭിപ്രായം, സാർ ജെമിനി റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞത് ഒരിക്കൽ സാറ് പ്രോഗ്രാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ച കാര്യം ഒരു ജോലിസിനെ പോലെ സാറ് പലതും പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അതായത് ദീപക് സാറ് പണ്ട് വിളിക്കുമ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കായിരിക്കും, ഞാൻ ജെമിനി വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര കളിയായിരിക്കും, ഞാൻ വിളിക്കാന്ന് കൊണ്ട് വയ്ക്കും. പക്ഷെ അതിൽ അവർ നമ്മൾ കൈവിടാതെ തന്നെ ഓരോ പ്രാവശ്യം വിളിച്ച് സാറിനെ ചാമ്പ്യൻ എന്നാണ് വിളിക്കുക. പക്ഷെ ആ വിളിച്ചായപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാമ്പ്യൻ ആയി. സത്യമാണ് അതുപോലെ എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഈ ലെവൽ എത്തിയത് എനിക്ക് എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ പല സീനിലും കരഞ്ഞിട്ടുണ്ട്, ഇത്രയും ഓടിയിട്ടൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പുതിയ 4 ബൈക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ആഴ്ചക്ക് 4 ലക്ഷം തൃശ്ശൂരും അല്ലെങ്കിൽ 4 ലക്ഷം കോയമ്പത്തൂരും പ്രോഡക്റ്റ് വാങ്ങി പെട്ടിയിലൊക്കെ വാങ്ങിച്ചിട്ട് ടാറ്റ ഏസുണ്ട്, അതിലൊക്കെയാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് വെച്ചത്. ഞങ്ങളത് വലിയ സംഭവമാണ്. ദീപക് സാറിനെ വിളിച്ച് പറയും. പക്ഷേ ഇപ്പോൾ ഞാൻ ആംബുലൻസ് പോയിട്ട് 1 വർഷമായി പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി. പക്ഷെ നമ്മളെ എങ്ങനെ കൊറിയർ ബോയിൻ്റെ പണിയാണ് നമ്മൾ വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നുള്ളത് സാറ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. തെറ്റുകൾ തിരുത്തി ഇപ്പോൾ ടീമിൽ ഒരുപാട് പേര് തിരുത്തിക്കൊണ്ട് വരുന്നുണ്ട്. എൻ്റെ കൂടെ പുതിയ ഒരുപാട് ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. അടുത്ത് എന്തായാലും ഈ എൻ്റെ ടീമിലുള്ള അതുപോലെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പാർട്ട്നേഴ്സ് ഒരുപാട് പേരിന് ഇതൊരു പ്രോഗ്രാം എത്തിക്കുന്നുള്ള ഉറപ്പോടുകൂടിയാണ് ഞാൻ ഇന്ന് അവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ക്ലാസ് അദ്ദേഹത്തിന് കൊടുക്കാം. പിന്നെ എപ്പോഴും ആലോചിക്കുന്നൊരു അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ അടയാളം അല്ലേ? സോ തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ്. അടുത്തതായി നമുക്ക് മറ്റൊരു സിൽവർ പിൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെയധികം സബ്മിഷൻ, വളരെയധികം എന്താ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഒക്കെ കലർന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അഭിലാഷ് സാർ ആൻഡ് രജിത്. ഞാൻ ചോദിച്ചു പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ എന്തോ രാവിലെ ബുക്കും പേനയൊക്കെ ചോദിച്ചിട്ട് എന്തിനാ അതിനെന്തിനാണ് ബുക്കും പേന ഇത് ഫണ്ണായിരിക്കുമല്ലോ. ബട്ട് എനിവേ എല്ലാവർക്കും താങ്ക് യു. ഏറ്റവും വലിയ സർപ്രൈസ് എല്ലാവരും വീട്ടിൽ വന്നതായിരുന്നു. അത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ എത്രയും പ്രതീക്ഷ സാർ കാണുന്നു പറഞ്ഞു. മാം ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അവർ രണ്ടുപേരുണ്ടായിരുന്നു, സന്തോഷ് സാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ ചേച്ചി വിളിച്ചു. അത് അപ്പം എനിക്ക് ഫീൽ ചെയ്തു ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടല്ലേ നിങ്ങൾക്ക്. ബിക്കോസ് ഇത് നമുക്ക് സെക്കൻഡ് ടൈം അല്ലേ. അവയൊക്കെ 3rd ആണെങ്കിൽ എനിക്കിത് സെക്കൻഡ് ടൈം എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് വേറെ ആയിരുന്നു. 25th വീട്ടിൽ അനിയത്തിന്റെ പെരാസിലായിരുന്നു 27th. അതിനു മുമ്പേ അവിയറ്റും ക്വാളിഫൈ ചെയ്ത് വീട്ടിൽ വന്നു വെച്ചാൽ ആദ്യത്തെ സംഭവമാണ്. മറ്റേ 31st വരെ കിടന്ന് കുസ്തി കളിക്കേണ്ട ആള് 25th റിലാക്സ് ആയിട്ട് വീട്ടിൽ ഇതുപോലെ ഇരിക്കുകയായിരുന്നു. സോ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സാറിനെ വിളിച്ച് പറഞ്ഞു മീറ്റിംഗിനൊക്കെ കയറണമായിരുന്നു. എനിക്ക് ഇതിൽ കയറാൻ പറ്റിയിട്ടില്ല, സോറി സാർ. അതൊന്ന് സ്കൂൾ റീ ഓപ്പണിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം മാറി വെച്ച് ടൈറ്റാണ്. ഞാൻ കയറാം കേട്ടോ സാർ, എനിക്ക് എപ്പോഴും സാറിന് കാണുന്ന കുറ്റബോധമുണ്ട് കേട്ടാ, ചെയ്യാൻ പറ്റിയില്ലെന്ന്. സോറി. അപ്പൊ അത് ട്രൈ ചെയ്യാം. ബാക്കി എന്തെങ്കിലും കൂടെ അവിടെ സംസാരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് 3ാമത്തെ പ്രാവശ്യം ഇങ്ങനെ സിൽവർ എന്നുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കും. പക്ഷെ ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആദ്യം നിങ്ങളെ ഓരോരുത്തർക്ക് എനിക്ക് നന്ദി പറയാമോ.
പ്ലസ് എൻ്റെ അച്ഛൻ, അമ്മ, കാരണം സഹോദരങ്ങൾ, പിന്നെ രചിത, ഇവരെന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ അവരെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആയി. ഞാൻ എന്ത് ഫീൽഡിൽ നിൽക്കുന്നതിലും ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവർ 100% വിശ്വസിക്കുന്നു എന്നുള്ളൊരു വലിയ ചലഞ്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എല്ലാ പ്രതിസന്ധികളും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് ദീപക്കിനോടാണ്. ദീപക്കിനെ ഞാൻ സ്പോൺസറായിട്ടല്ല കാണുന്നത്, എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അന്നോട്ടേ നമുക്കൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ദീപക്കിന് എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റിയത്. കാരണം ഒരു വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തതിൻ്റെ പേരില്ല ഞാനിപ്പോൾ സിൽവർ പ്രൊഡ്യൂസറായിട്ട് തുടങ്ങി. അപ്പം അതൊരു രസകരമായ യാത്രയാണ്. ഈ സിൽവർ പിന്നിൽ ജെമിനി പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയില്ല ഇപ്പോഴും. പക്ഷെ സക്സസിന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തുകൊണ്ട് തോന്നിയില്ല എന്ന് വെച്ചാൽ എൻ്റെ മകൻ പറഞ്ഞൊരു എക്സ്പീരിയൻസ് എനിക്ക്. ഈ നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു. പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും എക്സാം എഴുതുന്നതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എല്ലാ ദിവസവും എക്സാം എഴുതുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ളൊരു എക്സാം മാത്രമായിട്ടാണ് ആ യഥാർത്ഥ എക്സാമായിട്ട് മകൻ ഫീൽ ചെയ്ത് പറഞ്ഞു. അതുപോലെ എനിക്ക് ഈ സക്സസ് നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സക്സസ്സാണ്. 25-ാം തീയതിക്ക് മുമ്പേ ക്വാളിഫൈ ചെയ്യുമെന്ന് ഞാൻ 6-ാം തീയതി തീരുമാനിച്ചതാണ്. അപ്പം ഞാൻ 6-ാം തീയതി മുതലാണ് വർക്ക് ചെയ്തത്. 6-ാം തീയതി വർക്ക് ചെയ്യുമ്പോൾ ഏത് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു പരാസരിയുള്ളതാണ്, 31-ാം തീയതി വരെ നിൽക്കല്ലേന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ്റെ കൂടെ പിരിഞ്ഞിട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 6-ാം തീയതി ശരിക്കും 100 PV ഉള്ളൂ സിസ്റ്റത്തിൽ. പക്ഷെ ക്വാളിഫൈ ചെയ്യുമ്പം 25-ാം തീയതി ക്വാളിഫൈ ചെയ്യുമ്പോൾ 10,000 എബവ് PV ക്വാളിഫൈ ചെയ്യാൻ. പക്ഷെ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്നോടാണ്. എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഉണ്ട് അക്കാര്യത്തിൽ. എന്താണ് ഫീൽ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂടുതലുള്ള ആളിന് 1.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം. അത് മാത്രമല്ല അയാള് ശരിക്കും പറഞ്ഞാല് ജോസിനെ ഹോൾഡ് ചെയ്യായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ജോസിനെ പോലെ ആളിനെ എനിക്ക് വേണമല്ലോ എനിക്ക് അവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ട് ജോസിന്റെ എല്ലാ കലാപരിപാടിക്കൊപ്പം ഞാൻ നിന്നിട്ട് ജോസിനെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മോൾഡ് ചെയ്യായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ജോസ് ഇൻഡിപെൻഡൻ്റാണ്. ജോസിന് നല്ല പ്രോഡക്റ്റിനെ പറ്റി കോൺഫിഡൻസ് ഉണ്ട്, ജോസിന് നമ്മുടെ ഓർഗനൈസേഷനെ പറ്റി കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ ക്യാരക്ടറിനെ പറ്റി കോൺഫിഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും ഞാൻ ആ മാർക്കറ്റ് ചെയ്തത് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കലായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് മദ്യമൊക്കെ കുടിക്കാൻ പറ്റുമായിരുന്നു. നല്ല സൂപ്പർ സാധനമായിരുന്നു. നല്ല എൻ്റെ അടുക്ക് അവർ ചോദിക്കുകയും ചെയ്തു കഴിച്ചിട്ടുണ്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ ഇരുന്നാണ് കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ കഴിക്കാറില്ല. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലഹരി എൻ്റെ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ പൈസ വാങ്ങിച്ചു കൊടുക്കുന്നില്ല. എൻ്റെ കൂടുതലുള്ള ജോസിന് 1.25 ലക്ഷം രൂപ വാങ്ങി. അപ്പോൾ അവർക്കെല്ലാം ജോസിന് അറിയാം 1.25 ലക്ഷം രൂപ ജോസിനുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ക്വാളിഫിക്കേഷനിൽ അതെനിക്ക് ഓപ്പണായിട്ട് എല്ലാവരോടും പറയാം, ഒരു അപ്ലൈൻ്റെയും ഫിസിക്കൽ ഹെൽപ്പിൻ്റെ ആവശ്യമാണില്ല. അത് എനിക്ക് ആവശ്യമില്ലായിരുന്നുകൊണ്ടാണ്, അല്ലാതെ അവർ ദീപക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. എല്ലാ ദിവസത്തെ ആക്ടിവിറ്റി ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ കാണാൻ പോകുന്നത് മീൻസ് നാളെ കാണാൻ പോകേണ്ട ആളുടെ ഡീറ്റെയിൽസ്, അവിടെ എത്ര വോളിയം വരുമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയി കൊടുത്തത്. അത് എല്ലാ ദിവസവും വൈകുന്നേരം എത്ര ക്ലോസ് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു FMCG പ്രോഡക്റ്റാണ്. ഈ FMCGയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നാളെ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരുപക്ഷെ ശ്രീസാറിന് അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ വൈകുന്നേരം വരുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ ആ ഒരു പാറ്റേണാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്തത്. ഓരോരുത്തരും ചെയ്യേണ്ട ആക്ടിവിറ്റീസ്, പ്രസൻറ്റേഷൻ, പ്രോഡക്റ്റ് എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കേണ്ട ഡീറ്റെയിൽസുകൾ. മീൻസ് എൻ്റെ ഓർഗനൈസേഷനിൽ എവിടെ ഒരു ഇലയനങ്ങിയാൽ എനിക്കറിയാമായിരുന്നു കഴിഞ്ഞ 30 ദിവസം. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. അത്ര സീരിയസ് ആയിട്ട്, കാരണം അതിൻ്റെ അത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. 2000 മുതലുള്ള ഇങ്ങോട്ടൊരു യാത്ര ഉണ്ടല്ലോ. ഞാൻ ക്വാളിഫൈ ചെയ്തിട്ട് വന്ന് ആദ്യം കണ്ടത് എൻ്റെ പഴയ സ്പോൺസറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി അവർക്ക്. ഒരുപക്ഷെ അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അവരോട് ജോയിൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ അവർ നിലവിൽ ഡിസ്ട്രിബ്യൂട്ടറാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ജോയിൻ ചെയ്യുന്നതിനെ പറ്റി പറയാറ്.
പക്ഷേ എനിക്ക് ഉറപ്പാകും ഞാൻ പ്ലാറ്റിനം എത്തുമ്പോൾ അവനെ കൂടെ ജോയിൻ ചെയ്യും. എന്തായാലും നമ്മുടെ എൻ്റെ ഓർഗനൈസേഷനിൽ കൊടുത്തൊരു ഒരു ഒരു മെസ്സേജ് അത് ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആലീസ് ചേച്ചിയോട് ഉണ്ണിച്ചേട്ടൻ പറയാണ്, അഭിലാഷ് 25-ാം തീയതിക്ക് മുമ്പേ ക്വാളിഫൈ ചെയ്തു. ക്വാളിഫിക്കേഷൻ്റെ പേരിൽ എന്നെ വിളിച്ചതേ ഇല്ല ഒരു PV ചെയ്യണമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ 31-ാം തീയതി ഓഫീസിൽ പോയി ക്വാളിഫൈ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും കാണത്തില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് വളരെ റിലാക്സ് ആയിട്ട് 25-ാം തീയതി ശേഷം 31-ാം തീയതി വരെ ഞാൻ റിലാക്സ് ആയിരുന്നു. വീട്ടിൽ ഫുൾ ടൈം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. 1-ാം തീയതി മുതൽ വീണ്ടും നമ്മൾ എനിക്കൊരു വാശിയായിരുന്നു അടുത്ത മാസം റീക്വാളിഫൈ ചെയ്യണം നമ്മൾ. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിക്ക് ക്വാളിഫൈ എന്ന് പറയുന്ന ഒരു ആഗ്രഹമല്ല, ക്വാളിഫിക്കേഷൻ നടക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ റീക്വാളിഫൈ ചെയ്ത്, കാരണം എന്നെ ആളുകൾ കാണുന്നോ 2 പ്രാവശ്യം സിൽവർ ആയിട്ടുള്ളതാണ്. പക്ഷെ ആ റീക്വാളിഫൈ ചെയ്ത് ഒരു ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം അല്ലെങ്കിൽ എമറൽഡ് എന്ന് പറയുന്നൊക്കെ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സംശയമില്ല ഈ നമ്മുടെ ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ മാർക്കറ്റിൽ എനിക്ക് വലിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് 100% ആ കാലഘട്ടത്തിലുള്ള ബിസിനസ്സിൽ ഒരു മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ ബിസിനസ് ചെയ്ത കിട്ടില്ല. കാരണം ഞാൻ നല്ലൊരു പ്രസന്റ് ചെയ്യായിരുന്നു. പ്ലാനൊക്കെ ഇഷ്ടം പോലെ ഞാൻ പോയി പല സ്ഥലങ്ങളിൽ പോയി എഴുതിയിട്ടുണ്ട്. അന്ന് ചേതൻ ശർമ്മയൊക്കെ സാറിന് അറിയാമല്ലോ, ചേതൻ ശർമ്മയ്ക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമാതിരി ആ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്ത ആളുകൾക്കെല്ലാം എന്നെ അറിയാം. അപ്പോൾ അന്ന് തൊട്ട് ഇപ്പോഴും ഇത് ചെയ്യുന്നതൊക്കെ കൂടെ അത്ഭുതമാണ്. നീ നിർത്തിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആമേ ബിസിനസ് അല്ലാതെ ഞാൻ വേറെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, ഡയറക്ട് സെല്ലിംഗ് തന്നെ. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഒരു എമറൽ തന്നെ അതിൻ്റെ അത് പെടുത്തിയതാണ്. പക്ഷെ അത് ഞാൻ പെട്ടതാണ്. പെടുത്തിയെന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഓർത്ത് നമ്മൾ ചെയ്തതാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത്രയും മനസ്സമാധാനമുള്ള ബിസിനസ് നമ്മുടെ ബിസിനസ് മറ്റൊരു പ്രോഡക്റ്റ്, ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്താൽ എനിക്ക് ടെൻഷനാണ്. എനിക്കൊരു ഒരു 2-3 മാസക്കാലം ഭയങ്കര ട്രോമയിലായിരുന്നു ഞാൻ. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ഒരു ഗിൽറ്റി ഫീലിംഗ് അങ്ങനെ പറയുന്നതായിരിക്കും. എനിക്ക് ഭയങ്കര എനിക്കൊന്ന് ഹൈ പ്രഷറൊക്കെ ആയിരുന്നായിരിക്കും അന്നത്തെ ദിവസം. ഉറക്കമില്ലായിരുന്നു. ഇതൊക്കെ അതറിയാം. ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിട്ട് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാലത്ത് ഞാൻ ചെയ്തിരുന്നു. ഇന്നസെൻ്റ് ആണ് അന്ന് മെയിൻ ആൾ. ഇന്നസെൻ്റ് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു സിൽവർ പ്രൊഡ്യൂസർ ആയെന്നൊക്കെ പറയും. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ. ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ ഓണർഷിപ്പ് എടുത്തുകൊണ്ടാണ്. ഓണർഷിപ്പ് ദൈവക്കും സംസാരമൊക്കെ ഓണർഷിപ്പ് എടുക്കണമെന്ന് പറയുമ്പോൾ ശരിക്കും ആ അർത്ഥത്തിൽ ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ 6-ാം തീയതി പോകുമ്പോൾ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ വേറൊരു സ്ഥലത്തേക്ക് പോയി പറിച്ച് നട്ടിട്ട് ബിസിനസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചത് ഇത് സീരിയസ് ആയിട്ട് ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പൈസ, എൻ്റെ സമയം എല്ലാം ഞാനവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ സമയം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ പോയി നിൽക്കരുതെന്ന് എന്നെ ഞാൻ സ്വയം പഠിപ്പിച്ചു. അതുകൊണ്ട് രാവിലെ 7 മണിക്ക് മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് രാത്രി 8 മണി 9 മണിയാകുന്ന ഞാൻ റൂമിൽ കയറാറില്ല. എന്തെങ്കിലുമൊക്കെ കലാപരിപാടി ഞാൻ അവിടെ ചെയ്യും. അത്തരത്തിലൊരു ഓണർഷിപ്പ് എടുക്കാതെ ഈ ബിസിനസ് സിൽവർ പ്രൊഡ്യൂസർ ആകാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ കൂടെയുള്ള ജോസിനോട് പറഞ്ഞു. ജോസിനെ ഞാൻ ക്വാളിഫൈ ചെയ്ത് ജോസ് 80% എത്തി. 80-ന്ന് മുകളിലോട്ട് ജോസിന് കയറണമെന്നുണ്ടെങ്കിൽ ജോസിൻ്റെ പണിയുണ്ട്. ദീപക് സാറ് വന്നിട്ടല്ല ഞാൻ സിൽവർ പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന് ജോസ് കണ്ടാണല്ലോ. ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ദീപകിനെ പറ്റി പറയുന്നത് ജോസിനോടാണ്. കാരണം ജോസ് കൂടുതൽ സമയം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഒറ്റക്കാലില്ല ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വരുമാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആശങ്കയിലാണ്, അങ്ങനെ ഒരു ടെൻഷൻ ഇന്നുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഘട്ടത്തിൽ ദീപകിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പലപ്പോഴും അവിടുത്തെ റൂം റെന്റ് കൊടുക്കാനുള്ള പൈസ പോലും കിട്ടിയിട്ടില്ല. ഞാൻ പണയം വെച്ചിട്ട് റൂം റെന്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പണയം വെച്ചിട്ടില്ല. എനിക്ക് പിന്നെ രജിത എനിക്ക് ഭയങ്കരമായിട്ട് അക്കാര്യത്തിലൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. കാരണം രജിത വേറെ ഒരു കാര്യത്തിൽ എന്നെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. അത് പിള്ളേരുടെ പഠിത്തത്തിലാണെങ്കിലും പിള്ളേരുടെ ആപ്ലിക്കേഷൻ അയക്കുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും. പിന്നെ രജിതയുടെ ആക്ടിവിറ്റി ഭയങ്കര ആക്ടിവിറ്റിയാണ്. രാത്രി വന്നാലും ഒത്തിരി ഓഫീസ് വർക്ക്, പേപ്പർ വാല്യുവേഷൻ, ഒത്തിരി കലാപരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പാചകം, തുണി കഴുകുക, കലാപരിപാടി എല്ലാം അത് വേറെ വഴി. ഞാനാണ് ഇത്രയും ഒരു മാസക്കാലം അവിടെ ഇടുന്ന തുണി മൊത്തം രജിതയെ കൊണ്ട് കഴിപ്പിക്കുന്നത്. അത് മൊത്തം ഇവിടെ കൊണ്ടുവരും. അപ്പൊ അത്ര വൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് രജിതയ്ക്ക് സമയമില്ല. രജിത ആക്ച്വലായിട്ട് രജിതയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ രജിത ഇപ്പൊ ചെയ്യുന്ന കാര്യം അതുപോലെ
എനിക്ക് തരേണ്ട പൈസ മുഴുവൻ രേഖ തരുന്നത്. എനിക്ക് ഫുഡിനുള്ള പൈസ, പിന്നെ അവിടെ താമസിക്കാനുള്ള പൈസ, പിന്നെ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ പൈസ എല്ലാം രേഖ തരുന്നത്. അപ്പോൾ രേഖയ്ക്ക് ഭയങ്കര ഒരു റോൾ അതിൻ്റെ അകത്തുണ്ട്. അത് രേഖയോട് ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അത് പറയേണ്ടത് വളരെ ചെയ്യുന്നില്ല എന്നുള്ളത്. രേഖയുടെ ഉള്ളിൽ ഈ ബിസിനസ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രേഖ കല്യാണം കഴിച്ച് 2 കുട്ടികളായതിനു ശേഷം രേഖ എല്ലാ ഫംഗ്ഷനും വരുമായിരുന്നു, എല്ലാ മീറ്റിങ്ങുകളും വരുന്നത്. ശരിക്കും ഡോക്ടർ രതീഷിനെയും താമസിച്ച് എനിക്ക് അക്കാര്യത്തിലൊക്കെ അവരെ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വന്തമാണ് ഇപ്പോഴും. എനിക്ക് ദീപക്കിനോടോ സാവസാറിനോടോ ഇല്ലാത്തൊരു സ്നേഹം ഇപ്പോഴും അവരോടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു, എൻ്റെ ലൈഫിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ഞാൻ ദീപകിനോട് സ്പോൺസർ ചെയ്തതിന് മുമ്പ്, ജോയിൻ ചെയ്തതിന് മുമ്പ് ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അഭിലാഷ് ജോയിൻ ചെയ്തതാണ് എന്നോട് അവർ പറഞ്ഞു. ഒരു പക്ഷേ ഒരു കാരണവശാലും അവർ പറയുന്നത് അത്ര, പക്ഷെ അവരെന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമാണ്. ഡോക്ടർക്ക് എന്നോട് ഭയങ്കര കാര്യമാണ്. ഡോക്ടർ ഒരു ദിവസം കഴിഞ്ഞ മാസം ഈ ക്വാളിഫൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലത്തെ മാസം എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞ അഭിലാഷം, നമ്മൾ 2 കൂടെ പെരിയസ്വാമി സാറിനെ കാണാനായിട്ട് ചെന്നൈ വീട്ടിൽ പോകുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടു. ഇല്ല എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. അത്ര ഒരു ഭയങ്കരമായിട്ട് ഈ ബിസിനസ്സിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ. പക്ഷെ എന്തുകൊണ്ട് അവർക്കൊന്നും സക്സസ്ഫുൾ ആകാൻ പറ്റില്ല? ഭയങ്കര കമ്മിറ്റഡ് ആയിരുന്നു. എന്ത് യാത്രകളാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ച് ഈ ബിസിനസ് ഇപ്പം ചെയ്യുന്ന ബിസിനസ്സിൽ എന്നെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. തീരുമാനം ശരിക്കും സന്ദീപിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ സന്ദീപ് ഇടുക്കി ബിസിനസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് വരാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചത്. എനിക്കൊരു 15-20 പ്രാവശ്യം എല്ലാ ദിവസവും പോയി വരുമായിരുന്നു. ഞാൻ താമസിക്കില്ല, ബൈക്കിൽ പോവും, അവിടെ ചെല്ലും, രാവിലെ തൊട്ട് വൈകുന്നേരം വർക്ക് ചെയ്യും, തിരിച്ച് വീട്ടിൽ വരും, വീണ്ടും ഞാൻ പോവും. അങ്ങനെ ഒരു 10-20 ദിവസം പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇങ്ങനെ പോകാൻ എനിക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അവിടെ പിന്നെ ഹോട്ടൽ മുറിയെടുത്ത് താമസിച്ച്. വീട് കിട്ടാത്തതുകൊണ്ട് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. 10,000 രൂപ റൂം റെന്റ് കൊടുക്കണമായിരുന്നു. ഈ ജോസിന് ആദ്യം എന്നോട് വിശ്വാസമില്ല. ജോസിന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജോസിന്റെ ഫുഡ് ഉൾപ്പെടെ ഞാൻ ചിലവാക്കുമായിരുന്നു ആദ്യത്തെ മാസങ്ങളിൽ 3 നേരം രാത്രി അയാൾ കാണത്തില്ല. ബാക്കിയുള്ള സമയം ഫുഡ് ഉൾപ്പെടെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. അതൊന്നും കണക്ക് പറയല്ല ഞാൻ, കാരണം എനിക്ക് ആ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണമെന്ന് ഭയങ്കര വിശ്വാസമുണ്ട്. ഒരു സംശയം വേണ്ട, ആ മാർക്കറ്റിൽ ഭയങ്കര മിറാക്കിൾ ഞാൻ സംഭവിപ്പിക്കും. ശരിക്കും ഈ മാസം 1-ാം തീയതി തന്നെ ശരിക്കും ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു 4,000 രൂപ എത്തിക്കണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പറ്റിയില്ല. പക്ഷെ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തു. ശരിക്കും ഈ ടീമണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോഴും തലയിൽ ഈ TV കിടക്കും. ഒരുപാടെങ്കിലും പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അല്ലേ? ഈ 25 കൂടി ഞാൻ ഓർഗനൈസേഷനിലുള്ള മുഴുവൻ പ്രോഡക്റ്റും പിന്നെ എന്താ പറയുക സെല്ല് ചെയ്ത് തീർത്തല്ല. ഒരു പ്രോഡക്റ്റ് സ്റ്റോക്കില്ലായിരുന്നു. ബിസിനസ് ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. സ്റ്റോക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര അക്കാര്യത്തിൽ ഭയങ്കര ഓർഗനൈസേഷനിൽ ഭയങ്കര കൃത്യമായി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എനിക്ക് ഒരു വൺസിന് ഒറ്റ പ്രാവശ്യം സിൽവർ ആകാൻ വേണ്ടി ഇതെല്ലാം ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. പക്ഷെ എനിക്കതല്ല, എനിക്ക് ആ ഒരു ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു സംഭവം ചെയ്ത ഒരാളായിട്ട് എനിക്ക് അവിടെ ബിൽഡ് ചെയ്യണം ഭയങ്കര ആഗ്രഹം. എനിക്ക് എപ്പോഴും ഡ്രീമാണ് ഒരു 10,000 പേരുടെ മുമ്പിൽ അഭിലാഷിൻ്റെ 1 മണിക്കൂർ സെഷൻ കേൾക്കാൻ. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പലരുടെയും ജീവിതത്തിൽ എൻ്റെ ഒരു സ്റ്റോറി ഒരു എന്താ പറയുക ഒരു ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ സ്റ്റോറി ആയിരിക്കുമെന്നുള്ള കരുതി എനിക്ക് കോൺഫിഡൻസ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലല്ലാതെ ഞാൻ വെളിയിൽ ഇത്രയും കാര്യമായിട്ടൊന്നും യഥാർത്ഥത്തിൽ സംസാരിക്കാറില്ല. ഒരു സൈലന്റ് കില്ലർ ആകണമെന്ന് എനിക്ക് ആഗ്രഹം. ഒരുപക്ഷെ സാവു സാറിനെ പോലും ഞാൻ ഒത്തിരി കഴിഞ്ഞ മാസം വിളിച്ചിട്ടില്ല. ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് അപ്പൊ അതാണ് സംഭവം. പിന്നെ അങ്ങനെ ഒറ്റക്കാലിൽ ബിൽഡ് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അവിടെ ഒരു ഡയമണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ജോസിൽ നിന്നും ഒരു അടുത്ത ആളിലേക്ക് എനിക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ മാസം മുതൽ ഞാൻ മൂവ് ചെയ്ത് തുടങ്ങും. ഒരുപക്ഷെ എനിക്ക് ജോസിൻ്റെ അടുത്ത് ചെയ്ത ഒരു വർക്ക്
എനിക്കൊരു പക്ഷേ മറ്റു ഓർഗനൈസേഷൻ ചെയ്യേണ്ടി വരത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ഞാൻ ഈ ബിസിനസ് ചെയ്തപ്പോൾ എനിക്കൊരു ഒരു കോടി രൂപയൊക്കെ ഒരു മാസം ഏൺ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാനും മാത്രമുള്ള കേപ്പബിലിറ്റി എനിക്കില്ലായിരുന്നു. എനിക്കുണ്ടായിരുന്നായിരിക്കാം, പക്ഷെ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതല്ല, ഇപ്പം എത്ര വമ്പന്മാർക്കൊക്കെയും പോയി ധൈര്യത്തോട് സംസാരിക്കും. വെറും ബൈക്കിൽ പോയാന്ന് ആലോചിക്കണം. ഞാൻ ബൈക്കിൽ പോയി വണ്ടി അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി അവരോട് സംസാരിച്ച് 25,000 1 ലക്ഷം രൂപ അതിന് മുകളിലൊക്കെ വോളിയം ഉണ്ടാക്കാൻ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി തന്നത് ഈ ഒരു 20 വർഷത്തെ എക്സ്പീരിയൻസ്. വണ്ടർഫുൾ ഓർഗനൈസേഷൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ. എന്തായാലും നമ്മുടെ കൂടെയുള്ള ആളുകളിലേക്ക് നമ്മൾ എല്ലാവരും ഈ ഓണർഷിപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ വാല്യൂ ഇവരെല്ലാവരും പറയുമ്പോഴും അതിൻ്റെ വാല്യൂ ഒരാൾക്ക് തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. ഒരുപക്ഷെ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിലും നേരത്തെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. ദൗർഭാഗ്യം നല്ലത് സംഭവിച്ചില്ല. എന്തായാലും ഇപ്പോഴെങ്കിലും റിയലൈസ് ചെയ്യാൻ ഇവരെക്കൊണ്ട് പറ്റിയതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ദീപക് ഒരു പക്ഷേ വന്ന് അവിടെ ക്വാളിഫൈ ചെയ്തെങ്കിൽ എനിക്ക് ഇത്രയും പ്രൗഡ്നെസ് എനിക്കുണ്ടാകും. വരാതെ ഞങ്ങൾ ഫോണിലൂടെ മാത്രം പല കാര്യങ്ങളും സംസാരിച്ചിട്ട് ഒരുപക്ഷെ വർക്ക് അധികം സംസാരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വർക്ക് ഞാൻ വളരെ ഗസ്റ്റായിട്ട് ബുക്കിൽ എഴുതി വരുള്ളൂ. ഓരോ പി ബേസ് ചെയ്താണ് കൂടുതൽ ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ആളുകൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. വേറൊരു എക്സ്പീരിയൻസ് ആണ്, ഞാനും ദീപക്കും കൂടെ ദീപക്കിനെ കൊണ്ടുപോയി അപ്ലൈ എന്നുള്ള ഒരു ബിസിനസ് പഠിപ്പിക്കാനായിട്ട് ആ ഓർഗനൈസേഷനുള്ള ആളുകളെ ഞങ്ങൾ രണ്ടുപേരെയും ആകാശത്ത് നിർത്തിയത് 1 മണിക്കൂർ. മനസ്സിൽ നമുക്ക് സ്ട്രേഞ്ചർ, എനിക്ക് കുറേ സ്ട്രേഞ്ചേഴ്സ് ആവുന്നുള്ളത്. അപ്പോൾ സ്ട്രേഞ്ചർ പൈസ തരുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഈ കമ്പനി എങ്ങനെ വിശ്വസിക്കും, ഞങ്ങളെ എങ്ങനെ വിശ്വസിക്കും ഇല്ലേ? കഴിഞ്ഞ മാസം അവർ 80,000 ബിസിനസ് ചെയ്തു, ചെയ്യത്തില്ല എന്ന് വിചാരിച്ച ആളുകളാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു മാർവലസ് എക്സ്പീരിയൻസ് ആണ്. ഏത് മാർക്കറ്റിൽ ഇത് പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേറൊരു മാർക്കറ്റിലാണ്. അതൊരു പക്ഷേ നമ്മുടെ ഡിഫറെൻറ്റ് എക്സ്പോഷർ കിട്ടാനൊരു ഓപ്പർച്യൂണിറ്റി. അത് ശരിക്കും പിന്നെ സാവു സാറിന് എനിക്ക് അക്കാര്യത്തിൽ ഭയങ്കര സാവു സാറിൻ്റെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇതാണ് പറ്റിയത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതെനിക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നി. എന്ന് വെച്ചാൽ സാവു സാറ് അന്ന് ഞാൻ ഇല്ല, അവിടെ സ്ഥലത്തില്ല. ജോസിനെ വിളിച്ച് പലരെയും കാണിച്ചു. കൂട്ടത്തിൽ ജോസിനെയും സാറ് കണ്ടിട്ട് വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ജോസ് ഒരു ഭയങ്കര അടിപൊളി പേഴ്സണാണ്, അയാളെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. സാറിന് ഓർമ്മയുണ്ടോന്നറിയാം. തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞു. ഞാനങ്ങനെ തിരുവനന്തപുരത്ത് പോയി സാറിനെ കണ്ടിട്ട് തിരിച്ച് സാധാരണ റൂമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ചുമ്മാതായിരുന്നു. ചേട്ടൻ്റെ റൂം ഉണ്ട്, അവിടെ പോയി താമസിച്ചാൽ മതി, ഡ്രസ്സുമായിട്ട് പോയാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പറ്റിയായിരുന്നു. റൂം കിട്ടിയില്ല. പോയത് ഞാൻ അതിനൊന്നും പോയില്ല. അല്ല, റൂമിൽ പോയിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടുന്ന് പോയപ്പോഴേ ഒരു 3 മാസത്തേക്കുള്ള തയ്യാറെടുപ്പായിട്ട് കിട്ടിയില്ല. ഞാൻ വേറെ ആൾക്ക് കൊടുത്തായിരുന്നു. വേറെ ഒരു ഓണറിന്റെ ബന്ധുവിന് ആൾക്ക് കൊടുത്തിരുന്നു. അത് കിട്ടിയില്ല. എന്തായാലും മനുഷ്യന് സാവു സാർ പറഞ്ഞ ആ ജോസിനെ ഐഡന്റിഫൈ ചെയ്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ആപ്റ്റാണ്. വേറൊരാളിനെ പറ്റി സാർ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. പക്ഷെ ജോസിനെ പറ്റി ടോട്ടൽ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല ആളാണ്, പക്ഷെ ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്തില്ല എന്നുള്ളത്. ഒരു പക്ഷേ ഇന്നലെ ഒരു ജോസിനെ നിരന്തരം കാണുന്നത് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, സാറിനെ കൊണ്ടേ ഇത് പറ്റത്തുള്ളൂ ജോസിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് ഈ 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാൻ. അങ്ങനെ ഒരു മാർക്കറ്റിലൊരു സംസാരം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളോട് പറ്റി. മിറാക്കിൾ സംഭവിക്കാനുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ടീം. ബാക്കി 12-ാം തീയതി കേൾക്കാം. സോ തീർച്ചയായിട്ടും അല്ലേ, നമ്മളുടെ ടീമിൽ പല ആൾക്കാരും സംസാരിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുന്ന ഒരു BBSഉം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പല ഇതിലും നമ്മൾ കേൾക്കുന്ന അതേ ഒരു ഫീലിംഗ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സോ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു തുടക്കമാവട്ടെ. കാരണം A70ലേക്ക് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം പ്ലാറ്റിനംസും എമറാൾഡ്സും ഡയമണ്ട്സിൻ്റെ ഒരു നിര നമ്മളുടെ ടീമിലായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ക്യാപ്റ്റൻ സ്ഥാനത്ത് സാബു സാറും ബിന്ദു മാമും ഉണ്ടാവും. ഫെരി സാം സാറിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും അല്ലേ? നമ്മളിത് പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു സെഷൻ ചെയ്യാനായിട്ട് ഞാൻ ആശയെ ഇൻവൈറ്റ് ചെയ്യാം. ആശ യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിൽ നല്ല ക്ലാപ്പ് കൊടുത്തു, കുഴപ്പമില്ല. യഥാർത്ഥമുള്ള തള്ളാൻ ഞാൻ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ശരിക്കും ആശ ഈ ബിസിനസ്സിനകത്ത്
എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സപ്പോർട്ടീവായിരുന്നു. ഞാൻ ആശയെ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞങ്ങളുടെ വിവാഹം ഒരു ഡിസിഷൻ ഞാൻ എടുത്ത സമയത്ത് എൻ്റെ ക്രൈറ്റീരിയ ഒറ്റ ഒരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് ജോബ് ഉണ്ടായിരുന്നില്ല, പറയാനായിട്ട് എന്തെങ്കിലും ഒരു ഇൻകമോ ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഡാഡിയും മമ്മിയും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ എവിടെയെങ്കിലും ഒരു മാസമെങ്കിലും നീ ജോലിക്ക് കയറി, അപ്പൊ ഇത്രയും സാലറി ഉണ്ടെന്ന് പറഞ്ഞ് നിനക്ക് പെണ്ണെങ്കിലും എത്തിച്ചു തരാം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എന്നെ ശകാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനകത്ത് അടമൻ്റായിരുന്നു. എന്ത് കാര്യത്തില് ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആംവേ ബിസിനസ് മാത്രം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ധാരണയിൽ വരുന്ന ഒരാൾ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അതെന്റെ ഡിസിഷൻ ആയിരുന്നു. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് സാറ് പറഞ്ഞത് സക്സസ് ഈസ് എ ഡിസിഷൻ എവേ അല്ലേ. അപ്പൊ ആ ഒരു തീരുമാനം എന്റേതായിരുന്നു. പക്ഷെ അത് എന്റെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. കാരണം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു പാർട്ട്ണറിനെ ലൈഫ് ആശ ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന് മുമ്പ് ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ എറർ ഫ്രീ ആയിട്ടുള്ള ബ്രാഞ്ചായിട്ട് അത് അംഗീകരിച്ചിട്ടുള്ള ഒരു ബ്രാഞ്ചായിരുന്നു. അതിന്റെ ഫുൾ ക്രെഡിറ്റും ആശയ്ക്കായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു ഏരിയ മൊത്തം ഹാൻഡിൽ ചെയ്തത് ആശയായിരുന്നു. അപ്പൊ ഇത് ഞാൻ എന്തിനായി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിസിഷൻ ഏതൊക്കെ തരത്തിൽ എടുത്തപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റിയതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആശയ്ക്ക് വന്ന പല ഓപ്പർച്യൂണിറ്റീസും അവളറിയാതെ ഞാൻ വഴിമാറ്റി വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് ICICI ഇറങ്ങിയ ഉടനെ തന്നെ എവിടെയായിരുന്നു ING ഭയങ്കര ഇൻകത്തിൽ വിളിച്ചു, റിലയൻസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം അവിടുത്തെ ടോപ്പ് പൊസിഷനിലൊക്കെ ഉണ്ട്. അപ്പം ആശ പക്ഷെ ഞാൻ അടമൻ്റായിട്ട് നിന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങേണ്ടത് എവിടെയാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലിയില്ല, ആശയ്ക്കും ജോലിയില്ലാതായി. നമ്മുടെ മുമ്പിൽ ആകപ്പാടെ ഒരു പ്രതീക്ഷ കച്ചിത്തുരുമ്പായിട്ട് ഈ ബിസിനസ് മാത്രമേ ഉള്ളൂ. അത് തന്നെ വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധവുമായിരുന്നു. പക്ഷേ വീട്ടിലത്തെ ഇത് കാരണം സാറ് പറഞ്ഞു അവിടുന്ന് മാറി താമസിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ്. പക്ഷേ ഇതിനെല്ലാം ആശ തുടക്കം മുതൽ എൻ്റെ കൂടെ 100% ആയിരുന്നു. ആശയ്ക്ക് ഒരുപക്ഷെ ഗവൺമെന്റ് ജോബിൽ കയറേണ്ട ആളാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെതായിട്ടുള്ള ചില കൃത്രിമങ്ങൾ കൊണ്ട് ആശയം ഞാൻ ഇതിനകത്ത് തന്നെ തളച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എനിക്ക് ബിസിനസ് ബിൽഡ് ചെയ്യേണ്ടത് എനിക്ക് വളരെയധികം ആവശ്യമായിരുന്നു. അതിന് ആശ പക്ഷെ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പലപ്പോഴും സിസ്റ്റം ഏരിയയിൽ ഇപ്പം നിങ്ങളെല്ലാം ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബിന്ദു മാഡത്തിനോ സാബു സാറിനോ അത്തരത്തിലുള്ള ഏരിയയുമായിട്ട് ഒരു കോള് പോയി കാണത്തില്ല. ഒരു സിസ്റ്റം റിലേറ്റഡ് ആയിട്ടോ ഒഫീഷ്യൽ എന്തെങ്കിലും ഒരു മാറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻസ് എന്തെങ്കിലും ബിന്ദു ചേച്ചി ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ നമ്മൾ ആക്റ്റീവ് ആയതിനു ശേഷം അത് ബോധത്തിൻ്റെ ഫുൾ ക്രെഡിറ്റും ആശിക്കാം. അപ്പോൾ അത് ഇത്രയൊക്കെ തള്ളിയത് മതിയോ? ഇത്രയൊക്കെ സത്യം പറഞ്ഞാൽ ദ്യോഗണം പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ജോബിന് പോയില്ല എന്നുള്ളത് കാരണം നടക്കാത്തല്ല, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാ പറഞ്ഞത്. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല ഒത്തിരി പേര് ഇതുപോലെ എന്താ ജോലിക്ക് കയറുന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രഷർ ചെയ്യുമ്പോഴേ നമ്മൾ ഇത് മതി, ഇത് തന്നെ മതി. വേറൊരു കാര്യമുണ്ട്, ഈ ബിസിനസ് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ ഈ ടീമിൽ വന്നതിന് ശേഷം ഇന്നത്തെ കാര്യം ഞാൻ അത്ര ഫംഗ്ഷന് മാത്രം പോകുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് വലുതായിട്ട് ചെയ്യാൻ സമയവും ഇല്ലായിരുന്നു, കാരണം ജോലി ഉണ്ടായിരുന്നു. ഈ ബിസിനസ്സിൽ വന്ന സമയത്താണ് ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സാബു സാറും വിളിച്ചേച്ചി പറഞ്ഞത്. ആ സമയത്ത് ആക്ച്വലി ജോലി വേണ്ടാന്നുള്ള തീരുമാനത്തിന് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം മറ്റേന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കേട്ടല്ലേ നമ്മൾ ജീവിക്കട്ടെ. കാരണം അവർ പറയുന്ന സമയത്തിന് ചെല്ലണം, അവർ പറയുന്ന സമയത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്താണ് എൻ്റെ ലൈഫ് കൊണ്ടുപോയി. എനിക്ക് ഇത്രയും നല്ല ഒരു ഹസ്ബൻഡിനെ കിട്ടിയതിന് സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. കാരണം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. പക്ഷെ ബിസിനസ്സുകാരനെ കിട്ടിയെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഏറ്റവും നല്ലത്, കാരണം ഫ്ലെക്സിബിൾ ടൈം നമ്മള് അതിനകത്ത് അബദ്ധം പറ്റി. മാരേജ് വന്നപ്പോഴത്തേക്ക് ആശയുടെ വീട്ടുകാർ എന്നെ കുറിച്ച് അന്വേഷിച്ചു.
ആംബേ ബിസിനസ് ആണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, അത് ബ്രിട്ടിലെ ടീമിനോടാണ് അച്ഛൻ അന്വേഷിച്ചത്. അതുകൊണ്ട് അല്ലല്ല മനോജ് സാറിന്റെ വേറൊരു ലെഗിലുള്ള ഒരു സിൽവർ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ അടുത്താണ് ഇവർ പോയി ദീപകിനെ കുറിച്ച് അന്വേഷിച്ചത്. അറിയായിരുന്നു വെച്ച് കയറ്റാൻ വിളിച്ചത്. അങ്ങനല്ല, ഞങ്ങളുടെ വീട് വിൽക്കാനെന്ന് പറഞ്ഞ് കിടക്കൊണ്ടായിരുന്നു. അപ്പൊ ഒരാൾ വീട് സ്ഥലം കാണാൻ വന്നു. അപ്പൊ എന്റെ കല്യാണം ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചേക്കാം. അപ്പം ആ മനുഷ്യൻ, ഈ ശാന്തിനികേതനി സാറ് വന്ന് ട്രെയിനിങ് എടുക്കത്തില്ലേ, അവിടെ ഒരു 18-12% ഉള്ള ഒരു മനുഷ്യൻ അവിടുന്ന് ഈ വീട് കാണാൻ വന്നു. അപ്പൊ അയാളോട് ചോദിച്ചു ആംബേ, അപ്പൊ അയാൾ ആംബേ ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ അയാളോട് ചോദിച്ചപ്പോ സിൽവർ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താ. അപ്പൊ അന്നേരം ആലോചനയ്ക്ക് വന്നപ്പോ സിൽവർ ആയിരുന്നു. കല്യാണം കഴിച്ചപ്പോ അതിന്റെ തലേ മാസം ഗോൾഡായി. അപ്പൊ വാശിക്കായിരുന്നു അത്. കാരണം അതിനാണ് 6 മാസത്തെ ഗ്യാപ്പ് ഇട്ടു. നിശ്ചയം തൊട്ട് 6 മാസത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കല്യാണം നടത്തിയത്. 6 മാസത്തെ ഇദ്ദേഹത്തിന് പ്ലാറ്റിനം ആവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ഗോൾഡെങ്കിലും ആയിട്ട് കിട്ടി. എന്തായാലും അതൊക്കെ നമ്മൾ പറയാൻ പറഞ്ഞ എന്നോട് പറഞ്ഞ് എനിക്ക് എന്താ, ഞാൻ ഈ ഒരു ടീമിലേക്ക് വരാനായിട്ട് സാറ് വീട്ടിൽ വന്നില്ല. ആദ്യം മേരിലാൻഡിലാണ് വന്നത്. കാരണം എന്നെ പേടിച്ചു. അല്ല, ഞാൻ കൊണ്ടുവരും, സാറിനെ വീട്ടിലോട്ട് വിളിക്കാൻ പേടിയായിരുന്നു. കാരണം ഞാൻ എന്ത് പറയും, കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ആ ബിസിനസിന്റെ അകത്ത് സ്ട്രഗിൾ വന്നിട്ട് നിൽക്കുമല്ലേ. അതുകൂടാതെ ഇദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് ഒന്നും 1 മാസം പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കാൻ കൂടെ. അപ്പം ഞാൻ ആ സമയത്ത് ജോലിയില്ല. അപ്പം ഞാൻ PSCയുടെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് സാറും ചേച്ചിയും കൂടെ വന്നത്. അത് കഴിഞ്ഞ് സാറ് മേരിലാൻഡിൽ വന്നപ്പോഴത്തേനും കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദീപേട്ടൻ വീട്ടിൽ വന്നു പറഞ്ഞു, നീ വിചാരിക്കുന്ന പോലെല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, എൻ്റെ പേര് വേണം ജോയിൻ ചെയ്യാൻ. ഇദ്ദേഹത്തിന്റെ പഴയ ബോർഡ് റിസൈൻ ചെയ്തിട്ട് 6 മാസത്തെ ഗ്യാപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇദ്ദേഹത്തിന് എൻ്റെ പേര് അപ്പൊ എൻ്റെ ഇത് പാസ്ബുക്കിന്റെ കോപ്പി, ആധാറിന്റെ കോപ്പിയും കൊടുക്കണം. അതിന് ഞാൻ കൊടുക്കത്തല്ലേ ഇത് ജോയിൻ ചെയ്യുന്നത്. അത് എന്റെ കൈകാലം പിടിച്ചായിരുന്നു. അങ്ങനെ ദീപേട്ടൻ ജോയിൻ ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സൈൻ ചെയ്താൽ മാത്രം മതി, പിന്നെ ഒരു കാര്യത്തിന് ഞാൻ വിളിക്കും. അന്നേരം എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞ എന്നെ ഫംഗ്ഷന് വിളിച്ചേക്കല്ലേ, എന്നെ യാതൊരു കാര്യം വിളിച്ചേക്കല്ലേ. പക്ഷെ പറഞ്ഞത് അങ്ങനെ നീ സൈൻ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇതിനെ കുറിച്ച് പിന്നെ ബാക്കി സബ്മിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ ഒപ്പ് മാത്രം നീ ഇട്ടാൽ ബാക്കി ഞാൻ ഓഫീസിൽ കൊടുത്ത് ചെയ്തോളാം. ബാക്കി മുഴുവൻ നീ ചെയ്തോണം എന്നായിരുന്നു ഉദ്ദേശിച്ചത്. സാറ് വന്നപ്പോ കുറേ കാര്യങ്ങൾ, അതായത് പഴയ ടീമിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ ടീമിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് പെരിയസ്വാമി സാർ വന്നപ്പോഴത്തേക്കിനും എന്താ മനോജ് സാറുമായിട്ടും കൂടെ സംസാരിപ്പിച്ചു. മനോജ് സാറുമായിട്ട് അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ, നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. ഒരിക്കലും ആരും നമ്മളെ ഒരിക്കലും വേറൊരു പഴയ ടീം പോലും ദോഷം പറയരുത്. അല്ല, അതല്ല യഥാർത്ഥത്തില് സാറ് പറഞ്ഞതിനകത്താണ് ആ പോയിന്റ് വരുന്നത്. സബ്മിഷൻ യഥാർത്ഥത്തിൽ ശരിക്കും ഭയങ്കര അൺകണ്ടീഷണൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അവിടെ ഇപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ തലവേദന കൊണ്ട് പൊറുതിമുട്ടിയ ആളായിരിക്കും എൻ്റെ പഴയ അപ്ലൈ. ആരാ? മനോജ് സാർ. സബ്മിഷന്റെ അങ്ങേയറ്റം കണ്ട്, കാരണം തീച്ചുള ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും. ലാസ്റ്റ് പുള്ളിക്ക് ഗതികേടായി. പുള്ളി വിട്ടിട്ട് വേറെ ഇതിൽ പോയി. ഞാൻ ഇതിലോട്ട് പോയില്ല. ഏത് ഹിന്ദുസ്ഥാൻ ലെവറിലേക്ക് പോയില്ല. പക്ഷെ ഞാൻ ഉള്ളി കിടന്ന് വെരുക പോലെ കിടന്ന് ഇത് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഇതിൽ ജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ അടുത്ത മാസം തന്നെ ഞാനത് ഇതായി. അപ്പം പുള്ളിക്ക് മനസ്സിലായി ഇവനെ എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളിക്ക് ഭയങ്കര തലവേദനയായി പോയി. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ലെവലിൽ വേറൊരു ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സാറ് തന്നെ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തായിരുന്നു, ഒന്നുകിൽ ദീപ് ജോബിന് കയറി, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആംബിലില്ല. പെരിയസ്വാമി സാർ അന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അപ്ലൈൻ യഥാർത്ഥത്തിൽ ഞാൻ പെരിയസ്വാമി സാർ വന്നപ്പോഴത്തേക്ക് അപ്പോഴും വേദനയോട്ടിരിക്കുക. കാരണം വെച്ചാൽ സബ്മിഷന്റെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മേരിലാൻഡ് വെച്ച് സാറ് ഓർമ്മയുണ്ടാവും, ജസ്റ്റ് ഫോൺ ചെയ്ത് മനോജ് സാറിനെ കൊണ്ട് പെരിയസ്വാമി സാറുമായിട്ട് സംസാരിപ്പിച്ചു. പെരിയസ്വാമി സാർ ആദ്യം ചിലപ്പോൾ ഒരു പക്ഷേ അത് ഇതായിട്ടായിരിക്കും എടുത്തു. പക്ഷെ സാർ സംസാരിച്ചപ്പം അങ്ങനെ എന്നിട്ട് ബാക്കിയുള്ള മിക്കവാറുള്ള എല്ലാ ആൾക്കാരും മനോജ് സാറിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എൻ്റെ കൂടെയും സ്പോൺസർ. അതിനൊന്നും ഒരു ഒബ്ജക്ഷനും പുള്ളിക്കില്ല. അത്രമാത്രം. കാരണം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒബ്ജക്ഷൻ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയായിരുന്നു ഞാൻ അന്ന് എന്താ പറയുക സബ്മിറ്റ് ചെയ്ത്. അതായത് പുള്ളിക്ക് അറിയാം.
അപ്പോൾ ആ ലെവലിൽ നിന്നിട്ടായിരുന്നു നമ്മൾ വന്നത്. സോ അത് ഇനിയും ഞാൻ ഈ ടീമിൽ അത് തന്നെയാണ് ഞാൻ എൻ്റെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ടും അർപ്പിച്ചൊരു കാര്യമാണ് നമ്മുടെ അപ്ലയൻസുമായിട്ടുള്ള അലൈൻമെൻറ്റ്. അതിനകത്തൊരു ഒരു പോറലോ ഒരു അണുവിട എന്താ പറയുന്നത്, പക്ഷെ ചില ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ആ ഒരു കോർ ഇതിനകത്ത് സബ്മിഷൻ എന്ന് പറയുന്നത് 100% ഞാൻ സബ്മിറ്റഡ് ആണ് ബിന്ദു ചേച്ചിയും സാബു സാറുമായിട്ട്. ഓക്കെ, നമ്മുടെ ടീമിൽ കുറേ കാര്യങ്ങൾ സാറ് വന്നപ്പോഴത്തേക്കിനും അന്ന് സംസാരിച്ചു. അതായത് നമ്മുടെ ടീം, പക്ഷേ അന്നും ഇന്നും നമ്മളത് ആ വാല്യൂസ്, നമ്മുടെ ടീമിന്റെ കുറേ വാല്യൂസ് സാറ് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദീപക് ഒരു പിന്ന് പർച്ചേസ് ചെയ്യില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഒരു പിന്നും നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു പിന്നും ഓഫീസിൽ പോയി ഒരു മന്തെങ്കിലും ഞങ്ങൾ ക്ലോസിങ്ങിന് പോയിട്ടേ ഇല്ല. ഞങ്ങൾ വീട്ടിലിരുന്ന് നമ്മൾ പ്രോഡക്ട്സ് എല്ലാം വാങ്ങുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോയിട്ടുള്ളതല്ലാതെ ഒരിക്കലും അത് സാർ അന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ഇന്നും നമ്മളും അത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ അത് കീപ്പ് ചെയ്തു. സാറാണ് അത് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മളത് പണ്ടത്തെ ടീം അതല്ലായിരുന്നു. ഒരു 3000 BV ഒരുതം വന്നാൽ ആ മാസം അവനെ ബാക്കിയെല്ലാം കൂടെ പർച്ചേസ് ചെയ്ത് വല്ലവൻ്റെ സ്വർണ്ണമൊക്കെ പണയം വെപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരേ ക്വാളിഫൈ ചെയ്യും. അതൊക്കെയായിരുന്നു പണ്ടത്തെ പ്രാക്ടീസസ്. അതിൽ നിന്ന് ഇന്ന് ഞങ്ങൾ ഭയങ്കര റിലീഫായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അതിനൊരു കാരണം സാർ അന്ന് പറഞ്ഞ ആ ഒരു പോയിന്റാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത സാർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡൗൺലൈൻസ് ആരും PV മേക്കിംഗ് മെഷീൻസ് അല്ല. അവരെ കൊണ്ട് ഒരിക്കലും നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒരു ക്വാളിഫിക്കേഷൻ പലപ്പോഴും ഈ മാസത്തെയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഫോട്ടോ വരുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അവരുടെ ഡൗൺലൈൻസ് പോലും അറിയുന്നത് അവരുടെ ടീം ക്വാളിഫൈ ചെയ്തു എന്നുള്ളത്. എത്ര പേര് എന്നെ വിളിച്ച് അഭിലാഷ് സാറിൻ്റെ അതുപോലെ ജെമിനിയുടെ ഒക്കെ ക്വാളിഫിക്കേഷൻ കണ്ട് സന്തോഷമായിട്ടെന്ന് അറിയാം. ഇവർ ക്വാളിഫൈ ചെയ്തോ എന്ന് ചോദിച്ചിട്ട്. കാരണം അവരുടെ തന്നെ സ്വന്തം ഡൗൺലൈൻസാണ് വിളിച്ച് ചോദിക്കുന്നത്. ഇതൊക്കെ എന്നിട്ട് ഇത് ചേച്ചിയൊക്കെ ആയിട്ട് പറഞ്ഞു ഭയങ്കര സന്തോഷം കേട്ടോ ആശയെന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച്. അങ്ങനെ അത് വെച്ചാൽ അവർക്കും ആഗ്രഹമാണ് അവരുടെ അപ്ലൈൻ ക്വാളിഫൈ. പക്ഷെ അതൊരിക്കലും അവരറിയാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ എക്സൈറ്റ്മെന്റ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് സാറ് പറഞ്ഞ കാര്യം നമ്മൾ ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു. നമ്മൾ ആ ഒരു നമ്മുടെ ടീമിന്റെ മൊത്തം ഒരു വാല്യൂ ആണ് ആ ഒരു പോയിന്റും കാണിക്കുന്നത്. അടുത്തത് സാറ് പറഞ്ഞത് നമ്മുടെ ടീമിലെ ഏറ്റവും മോസ്റ്റ് റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആരാന്ന് ചോദിച്ചാൽ ലേഡീസ് ആയിരിക്കും ഈ ടീമിൽ എന്നാണ് സാറ് പറഞ്ഞത്. അതും നമ്മുടെ ടീമിൽ അത് വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നു. നമ്മൾ ഇനിയും അത് തന്നെ. കാരണം നമ്മൾ ലേഡീസ്, ഇപ്പം ഞാനാണെങ്കിലും ഒരു ഫംഗ്ഷന് വരുമ്പോൾ നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്പേസിലാണ് വരുന്നത്. ഞാൻ കംഫർട്ടബിൾ ആണ്. എൻ്റെ ഹസ്ബൻഡ് ഇല്ലേ കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പെരിസാമി സാറിനെ കാണാൻ പോയപ്പോൾ ദീപകേട്ടൻ ഇല്ലായിരുന്നു. അഭിലാഷ് സാറും ബാക്കി ടീം സന്ദീപ് ഉണ്ടായിരുന്നു, അജയ് ചേട്ടൻ, അങ്ങനെയുള്ള ടീമുമായിട്ടാണ് ഞാൻ പോയത്. മൊത്തം ജെൻസ് ആയിരുന്നു. മഹേഷ്, അങ്ങനെ കൂടുതൽ ജെൻസ് മാത്രമുള്ള കൂടെയാണ് എന്നെ ദീപകേട്ടൻ കയറ്റിവിട്ടത്. രാത്രി 10 മണിക്ക് ശേഷം കാണാം നമ്മൾ തിരിച്ചു വന്നു. അല്ലേ സാറേ? 10 മണി അങ്ങോട്ടല്ലേ ഇനി കയറ്റിവിട്ടത്? അല്ല, അന്ന് വരാം. പക്ഷെ ഒരിക്കലും ഒരു സെക്കൻഡ് പോലും അതിൽ വറീഡ് അല്ലായിരുന്നു ഞാൻ. കാരണം എൻ്റെ സ്വന്തം സഹോദരങ്ങൾ എന്നെ എത്ര പ്രൊട്ടക്ട്, എനിക്ക് തോന്നുന്നു ദീപകേട്ടൻ കൊണ്ടുപോകുന്നതിലും കാര്യമായിട്ടാണ് എന്നെ അവർ കൊണ്ടുപോയത്. എനിക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉള്ള ലേഡീസും, അതുകൊണ്ട് തന്നെ കുറച്ച് ലേഡീസും ഉണ്ടായിരുന്നു. പക്ഷെ അവരും എനിക്കൊന്ന് ബിജി ചേച്ചി തന്നെ വന്നിട്ട് നമ്മുടെ വണ്ടി കയറി. അങ്ങനെ വരാൻ അവർ മനസ്സ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ അത്ര പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ രമാൻഡിയെ പലപ്പോഴും തന്നെ കയറ്റി വിട്ടിട്ടുണ്ട് തിരുമേനി. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് രമാൻഡിയെ വിളിച്ച് ഫംഗ്ഷൻ ഹാളിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടിട്ട് നമ്മൾ വന്നു. കാരണം അവർക്ക് അത്രയും വിശ്വാസമുണ്ട് നമ്മുടെ ടീമിൽ അവർ സേഫ് ആണ്, അവർ വന്നാൽ അവരെ ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു. പക്ഷെ എല്ലാവരും അങ്ങനെ വിടണമെന്നില്ല. പക്ഷെ നമ്മുടെ ടീമിൽ വിടും. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ നമ്മുടെ ടീമിൽ ലേഡീസിന് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കതും നമ്മുടെ ടീമിൽ ഇനിയും അത് കീപ്പ് ചെയ്യേണ്ട വാല്യൂസ് തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ടീമിൽ ഓവർ പർച്ചേസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും പ്രൊമോട്ട് ചെയ്തില്ല. ഇതൊക്കെ നമ്മൾ പണ്ട് അനുഭവിച്ച പല ബുദ്ധിമുട്ടുകളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന പിറ്റേ മാസം എൻ്റെ സ്വർണം ആദ്യം കൊണ്ട് പണയം വെച്ചത് ഇദ്ദേഹം ഞങ്ങളൊക്കെ വിട്ട 2 ബസ് വിടാനായിരുന്നു. മനസ്സിലായോ? അതാണ് എൻ്റെ പ്ലാറ്റിനം ഷിപ്പിലാണ് ആ സ്വർണം തിരിച്ചെടുത്ത് തരുന്നത്. അത്രയും ഈ ടീമിൽ വന്ന് പ്ലാറ്റിനം ആയപ്പോഴാണ് ആ സ്വർണം എനിക്ക് എടുത്ത് തിരിച്ചു തരുന്നത്. അപ്പം അത് ഞാൻ കണ്ടതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ എന്താ ഫംഗ്ഷൻ എന്ന് അറിയത്തില്ല, എന്താണെന്നും ഒന്നും എനിക്ക് അറിയത്തില്ലാത്ത സമയത്ത് വന്ന് ബസ് 2 ഫ്രണ്ടിൽ കിടക്കുമോ വീടിന്റെ ഫ്രണ്ടിൽ. ഇത് വിടാൻ പൈസ വേണമെന്ന് 50,000 രൂപ അന്നേരം നിന്ന് നിപ്പില് എന്നെ കൊണ്ട് പണയം വെപ്പിച്ച് എടുത്തു. പക്ഷെ അങ്ങനത്തെ രീതിയിലുള്ള കാരണം ഇതൊക്കെ ചെയ്തപ്പം, പക്ഷെ ഞാനിപ്പോ എത്രമാത്രം ഹേർട്ടഡ് ആണ് അന്നെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഇതൊരിക്കലും നമ്മുടെ ടീമിൽ ആരും
ചെയ്യരുത്. കാരണം ഇത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓവറായിട്ട് നമുക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു കാര്യം പൈസ കൊടുത്ത് ചെയ്യുന്നത് നമ്മുടെ ടീമിൽ പ്രൊമോട്ട് ചെയ്തില്ല. അതും സാർ അന്ന് പറഞ്ഞ കാര്യമാണ്. അത് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഇതേ ആംബെയാണ് നമുക്ക് 12-ാം തീയതി ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവിടെ ടിക്കറ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല, ടിക്കറ്റ് വെച്ചല്ല ഫംഗ്ഷൻസ്. കാരണം ആംബെ ഇപ്പം അങ്ങനെ ചെയ്യാനും കൂടി ഇപ്പം QS വഴി വന്നേക്കുക. അപ്പം നമുക്ക് അതും നല്ല രീതിയിൽ ആംബെയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടാണ്. അപ്പം ആ ഒരു കാര്യവും സാറ് നമുക്ക് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സാറും അത് തന്നെ പറഞ്ഞ് നമ്മൾ വളരെ നല്ല വാല്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ മണി വാങ്ങിച്ച് മെസ്സപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അപ്ലയൻസിന്റെ മണിയാണെങ്കിലും ഡൗൺലൈൻസിന്റെ മണിയാണെങ്കിലും എല്ലാം വാല്യൂബിൾ ആണ്. അതും ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മൾ ചിലപ്പോൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസാക്ഷൻസ് വരും. പക്ഷേ നമ്മൾ വളരെയധികം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ആരുടെയും പൈസ മേടിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പം ചിലപ്പം നിവൃത്തിയില്ലാത്തത് ചിലപ്പം വന്നിട്ടില്ല, വല്ലതും പൈസ വേണം, അത് എത്രാം തീയതി കൊടുക്കും വെച്ചാൽ ആ സമയത്ത് തന്നെ അത് കൊടുത്തു തീർക്കുക. അതിന് യാതൊരു ₹1 കുറയ്ക്കുകയോ കൂട്ടുകയോ ഒന്നും വേണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഒരാൾ പ്രോഡക്റ്റിന് പൈസ ഇടുവാണെങ്കിൽ ഇപ്പം പ്രോഡക്റ്റ് പൗഡർ 3591 ആണെങ്കിൽ ഞാൻ എൻ്റെ ഗവർണൻസിനോടോ അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ളവരോട് 3591 ഈ എമൗണ്ട് മാത്രം എനിക്ക് ഇട്ടാൽ മതി. ഇനി അതിൽ ചില ആൾക്കാർ 3600 ഇട്ട് തരും. ഞാൻ എന്ത് ചെയ്യുക, 9 രൂപ തിരിച്ച് അപ്പം തന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലരും എന്നെ വിളിച്ച് പ്രോഡക്റ്റിന്റെ വില ചോദിക്കും. 5-6 പ്രോഡക്റ്റ് പറഞ്ഞിട്ട് ഇതിന്റെ വില ഒന്ന് കൂട്ടി പറയണേ. ഞാനത് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് വില കൂട്ടി പറയും. ഇതാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് പേ എന്ന് പറഞ്ഞാൽ ആ ഭാഗം വെട്ടി അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്ര രൂപ ഇടുന്നത് ആ പൈസ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറയും. ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ അവർക്ക് മെസ്സേജ് പോകും. അവർക്ക് എൻ്റെ അക്കൗണ്ടിൽ എപ്പോൾ ക്രെഡിറ്റ് ആയോ അടുത്ത സെക്കൻഡിൽ അവർക്ക് മെസ്സേജ് പോകും, യുവർ ഓർഡർ ഈസ് പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്ക് അതുകൊണ്ട് എന്താ എനിക്ക് ഇടുന്നത് ആൾക്കാർ കുറേ കസ്റ്റമേഴ്സ് എനിക്ക് ഇടുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അവർക്കറിയാം ഡിലേ ആവത്തില്ല എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അപ്പോൾ അവർ പറയും, ഞാൻ ഇച്ചിരി ഡിലേ ഉണ്ട് എന്നതാ കാര്യം എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയാം ആശ ചെയ്യുന്നത്. എന്നാലും ഞാനൊരു 3:30 മുന്നേ ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് നോക്കും. കാരണം എന്ന് വെച്ചാൽ 3:30 മുന്നേ ചെയ്താൽ നാളെ അവർക്ക് പ്രോഡക്റ്റ് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഒരു ഇഷ്യൂ വന്നാൽ അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. എൻ്റെ കൈ വെച്ച് താമസിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. എന്ത് കാര്യം കൊറിയർ ആണെങ്കിലും കൊള്ളാം, എന്ത് ഇഷ്യൂ ആയിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ വാട്സപ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ആരെങ്കിലും ഒരു വോയിസോ ഒരു ഓർഡറിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിന് അടിയിലൊരു കാര്യം കാണും, മെസ്സേജ് ഇല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്കെങ്കിലും ഞാൻ ഇട്ട് വയ്ക്കും. എന്തിനാ അത് ഇട്ടതെന്ന്. കാരണം ഞാൻ അറിയണ്ടേ അത് ഇട്ടത് എന്തിനാണ്. എനിക്കത് മനസ്സിലായില്ലേ എനിക്ക് അതിൻ്റെ അടുത്ത ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ അപ്പം തന്നെ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റുവാണെങ്കിൽ വിളിച്ച് ചോദിക്കും. വിളിക്കാൻ സമയമില്ല, ഞാൻ അങ്ങനെയെങ്കിലും ഇട്ട് തിരിച്ച് വിടും. അടുത്തത് കാര്യം നമ്മുടെ ഫാമിലി റിലേഷൻസിൽ കയറി കാര്യം. നമ്മളിപ്പം ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ സാറ് പലപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരു റൂമിൽ കിടന്നുറങ്ങുന്ന ആൾക്കാർ തമ്മിലുള്ള ഇഷ്യൂവിൽ നമ്മൾ ഒരിക്കലും കയറി ഇടപെടാൻ പാടില്ല. ശരിയാത്. ഇപ്പം ഞാനും ദീപകേട്ടനും 1000 പ്രശ്നങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് എന്നെ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന ഇഷ്യൂ കാണത്തുള്ളൂ ഞങ്ങൾ തമ്മിൽ. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ ഈവൻ എൻ്റെ അച്ഛനും അമ്മയും ഇടപെട്ടാൽ പോലും അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറും. അതേസമയം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്ക് തന്നെ വിടുക. അതിൻ്റെ അത് കയറി നമ്മൾ ഇടപെടുന്നത് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസിലൊന്നും കയറി അഭിപ്രായം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക്, നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവർക്ക് തന്നെ ധൈര്യം കൊടുത്തങ്ങ് വിടുന്നതാണ് നല്ലതെന്ന് സാറ് നേരത്തെ പഠിപ്പിച്ചതാണ്. അതിപ്പോഴും നമ്മളും ഫോളോ ചെയ്യുന്നു, നമ്മളും ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകുന്നു. അടുത്തൊരു കാര്യം, മറ്റുള്ളവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയരുത്, ചെയ്യരുത്. കാരണം അതും അവർക്ക് വാല്യൂബിൾ ആയിട്ടുള്ള ഇത്രയും കുറേ വാല്യൂസ് സാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല എത്തിക്സും. നമ്മളിപ്പോൾ എത്തിക്സും വാല്യൂസുമായിട്ട് നമ്മൾ നോക്കും, വർക്ക് എത്തിക്സും ഉണ്ട്. വർക്ക് എത്തിക്സ് നോക്കുമ്പോഴത്തേക്കിനും ഇത് നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എത്തിക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ ടൈമിങ്. നമ്മൾ പ്രോപ്പർ ടൈം, നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം കീപ്പ് ചെയ്യും. ഇന്ന് തന്നെ ഞങ്ങൾ 7 മണിക്ക് ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 8:30 ഇവിടെ എത്തണമെന്ന് പറഞ്ഞാണ് ദീപകേട്ടൻ. അതുപോലെ തന്നെ എവിടെ പോകണമെങ്കിൽ അതിന് പാലക്കാടിനാണെങ്കിലും കൊള്ളാം, തിരുവനന്തപുരത്തിനാണെങ്കിലും കൊള്ളാം, തൃശ്ശൂരിനാണെങ്കിലും കൊള്ളാം, ഇനി ഈവൻ തൊട്ടടുത്തുള്ള സ്ഥലത്താണെങ്കിലും കൊള്ളാം, എന്നോട് എപ്പോഴും പറയുന്ന സമയം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ ആയിരിക്കും. കാരണം ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഡിലേ ആയിട്ട് വന്നാൽ പോലും ആ ടൈമും കൂടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 9 മണിക്ക് എന്തുകൊണ്ട് എത്തി ഇപ്പൊ മനസ്സിലായി നമുക്ക്. വേറൊരാളെ ഞാൻ ആദ്യം എത്തിച്ചതിന്റെ കാര്യം എന്താണെന്ന് അവര് പറയും. അങ്ങനെ എല്ലാ പ്രോഗ്രാമിനും ഇപ്പം എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പം ഞങ്ങളൊരു ദിവസം വണ്ടി നോക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അവിടെ വണ്ടി ഷോറൂമിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് എറണാകുളം വരെ പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ 12 മണിക്ക് എത്തണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ 8 മണിക്കോ 9 മണിക്കോ ഇറങ്ങിയാലും മതി. കാരണം അതിനൊരു ടൈമിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഇവിടുന്ന് 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നമ്മളൊരാളുടെ ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരോട് പറഞ്ഞതും അല്ല, നമ്മുടെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് പോവാം. പക്ഷെ
അങ്ങനെ പോകുമ്പോൾ പോലും നമ്മൾ എത്രയും നേരത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ പറ്റുമോ അത്രയും. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡാഡിക്കോ മമ്മിക്കോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെ ഫുഡ് പോലും റെഡിയാണ്. ആ രീതിയിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ കൂടെ നമ്മൾ മാക്സിമം മാനേജ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ അതും നമ്മുടെ ഈ വർക്ക് എത്തിക്സിനകത്ത് അതും വരും. നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടൈമിന് ചെയ്യുക, ടൈമിന് പോവുക, ഡ്രസ് കോഡ്, നമ്മുടെ പേഴ്സണൽ ക്ലെൻലിനെസ്, ഇതെല്ലാം ഇതിനകത്ത് വരും. നമ്മൾ അതും ശ്രദ്ധിക്കുക. താങ്ക് യു. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെയാണോ? കഴിഞ്ഞു. ഇല്ല, ആശ ഒരു ബുദ്ധിയുള്ള ചെറുപ്പക്കാരിയാണ്. ഓക്കെ, അപ്പോ യഥാർത്ഥത്തില് നോർമലി ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട്. കാരണം ഏറ്റവും ആദ്യം പറയേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദീപ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഭിലാഷ് ഭായി ഇപ്പോൾ സിൽവറായിട്ട് ക്രോസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു റിലേറ്റീവ് വന്നിട്ട് ഗൾഫിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഏകദേശം അച്ഛൻ്റെ അനിയൻ. അപ്പൊ പുള്ളി ഫസ്റ്റ് ക്വാളിഫിക്കേഷനാണ് പഴയ ടീമിൽ. അപ്പൊ അദ്ദേഹം വന്നു, പിന്നെ അവിടുത്തെ ഇതിലുള്ള ജോബ് വിസയായിട്ട് വന്നു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം വെച്ചാൽ സിൽവർ ആകുമ്പോഴും എനിക്ക് വലിയ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെക്കാൾ ഇൻകം മേടിക്കുന്ന ആൾക്കാർ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ തുച്ഛം. ആശയ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടിൽ വന്നിരുന്ന പൈസ 1000 രൂപയാണ്. 1000 രൂപ ചിലപ്പോഴേ വരത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് ആയിട്ട് അല്ലെങ്കിൽ പ്ലാറ്റിനം ആയിട്ട് കെട്ടത്തുള്ളൂ പറയും. കാരണം ഇനി ചെല്ലാൻ പോകുന്നത് മഹാവലിയൊരു ഇതിലാവുന്നുണ്ട്. അതെ അതെ അതെ. അല്ല, ഫിനാൻഷ്യൽ നമ്മൾ എക്വിപ്ഡ് ആയിരുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 100% നമുക്ക് ഒരു പൈസയുടെ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അന്ന് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അവിടുന്ന് മുങ്ങാന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. ഒരു മാസം ഞാൻ മാറി നിന്നു. അദ്ദേഹം പോയതിന് ശേഷം തിരിച്ചു വന്നു. പക്ഷെ എൻ്റെ കംപ്ലീറ്റ് വീടും നാടും എല്ലാം നെഗറ്റീവ് ആയിപ്പോയി. കാരണം വെച്ചാൽ അത്രയും പ്രതീക്ഷയോടെയാണ് എൻ്റെ വീട്ടുകാരെന്നെ കണ്ടത്. പക്ഷെ എനിക്ക് ഈ ബിസിനസ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അന്ന് ഞാനത് പോയിരുന്നെങ്കിലും എനിക്ക് ബിസിനസ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ അല്ല. പിന്നെ ആശയം പോകാൻ കഴിയുന്ന ആയിക്കോട്ടെ. പിന്നെ TVS ഫിനാൻസിൽ സാബു സാർ ആദ്യമായിട്ട് എന്നെ കാണുന്ന സമയത്ത് ഞാൻ TVS ഫിനാൻസ്, അതായത് സുന്ദരം ഫിനാൻസ്, അതിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ടുള്ള ജോബ് എനിക്ക് പുറത്തോട്ട് പോയാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോയാൽ കിട്ടും. പക്ഷെ ഞാനത് ഓപ്റ്റ് ചെയ്യാൻ എൻ്റെ കാര്യം എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അന്ന് ടീം ഇതായിട്ട് നിൽക്കുവാണ്. ഇപ്പം സൺലേട്ടൻ തുടങ്ങിയ വലിയൊരു ടീം ശരിക്കും എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അന്ന് ഗൾഫിൽ ഞാൻ പോകുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു തടസ്സമായിട്ടിരുന്ന എൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പമാണ് ടീമിൽ നിന്ന്. കാരണം നമുക്ക് വിട്ടെറിഞ്ഞിട്ട് പോയാൽ ഒന്ന് നമുക്ക് ടീം നഷ്ടപ്പെടും, 2 ഈ പറഞ്ഞ ചലഞ്ചസ് അല്ലേ. അപ്പോൾ TVS ഫിനാൻസ് ഞാൻ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിങ് എനിക്ക് ഫിസിക്കലി നമുക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് സാറ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് പിന്നെ ഇതിനെ കുറിച്ചിട്ടാണ്, അല്ലാതെ ഞാൻ ഇവിടെ ചുമ്മാ തള്ളുമല്ല. ഓക്കെ. അപ്പം ആ ഒരു കുറേ തീരുമാനങ്ങളാണ് എൻ്റെ ലൈഫിൽ ഒരു വലിയ ഈ ബിസിനസ്സിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, വീട് വെച്ച സമയത്താണെങ്കിലും അതിനകത്തൊരു മേജർ തീരുമാനം അതിൻ്റെ ഡിസൈൻ ഇന്നൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. കട ബിൽഡ് ചെയ്ത സമയത്ത് എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ 3-ാം നില നമ്മളുടെ ഇതാക്കുക എന്നുള്ളത്. മീറ്റിംഗ് ഹോളാക്കി മാറ്റുക. നമുക്ക് ഗംഭീര ഒരു 5 പൈസ മുതൽ മുടക്കില്ലാതെ. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റേജിൽ ചില ഡിലേ കാരണം നമുക്ക് ചില ഫിനാൻഷ്യൽ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് അത് പറ്റാതെ പോയി. അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു ഫംഗ്ഷൻ ഹോളായിട്ട് ഏറ്റവും ടോപ്പ് ഏരിയ മാറിയാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ലൈഫിൽ ഞാനൊരു ഡ്രസ്സ് എടുക്കുന്നത് മുതൽ ഭക്ഷണം കഴിക്കുന്നത് മുതൽ ശ്വസിക്കുന്നത് പോലും എന്തെങ്കിലും ഒരു പിന്നിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഈ ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കും. ഓക്കെ, നല്ല ക്ലാപ്പ് വേണമെങ്കിൽ അടിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ. ഇപ്പൊ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയ ടെമ്പറേച്ചർ കുറയ്ക്കുക. 23, 22 ആക്കി. 16 കിടക്കാണ്.
അല്ല ഈ അല്ല, ചൂടുണ്ട്, കുഴപ്പമില്ല. തണുപ്പുള്ള. അത് തണുക്കോളൂ തണുപ്പ് കുറവാണ്. ആ അത് വെച്ച് അത് 10-ലാക്കണായിരിക്കും. ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യാത്തതായിരിക്കും. ഓക്കെ. ഇല്ല നോർമലി നമ്മൾ പലപ്പോഴും അപ്ലയൻസിനെ നമ്മൾ കണ്ടായിരിക്കും അല്ലെ, അപ്ലയൻസിനെ നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വളരെയധികം പ്രതീക്ഷകളൊക്കെ നെയ്യുന്നത്. എൻ്റെ ഈ ബിസിനസ്സിനകത്ത് എൻ്റെ തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ വന്നിട്ടല്ല, നമ്മുടെ ടീമിൽ വന്നിട്ടല്ല, ഏതാണ്ട് എത്ര അപ്ലയൻസ്, ഏതാണ്ട് 18-ലധികം അപ്ലയൻസ് നിർത്തിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ സമയത്തൊക്കെ ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയ ഇത് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയത് ആ ഒരു തീരുമാനം വളരെയധികം സ്ട്രോങ് ആയും ഒക്കെ എന്താ പിന്നീട് നമുക്ക് അതൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയതിന്റെ ഒരു റീസൺ അത് തന്നെയായിരുന്നു അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ ഇപ്പൊ കമ്മിറ്റ്മെന്റിന്റെ കാര്യം സാറ് പറയാൻ പറഞ്ഞു. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ അപ്ലയൻസ് എന്താണോ നമ്മളെ പ്രതീക്ഷിച്ചൊരു കാര്യം ഏൽപ്പിക്കുന്നത് അതിന് മുകളിൽ നിൽക്കണം നമ്മളുടെ കമ്മിറ്റ്മെന്റ് അല്ലേ. ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പം സാറ് ചില കാര്യത്തിൽ എന്നെ പറയുന്നതിനകത്ത് ചില വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വേദി പറഞ്ഞിട്ടുള്ളതാണ്. വെള്ളം ചേർക്കുന്ന ഇപ്പം 2 സർക്കിൾ വെച്ച് തുടക്കത്തിൽ ത്രൂ ആക്കാൻ പറയുമായിരുന്നു. തുടക്കത്തിൽ സർക്കിൾ PV ത്രൂ ആക്കുന്നതിനകത്ത് എല്ലാ ദിവസവും 2 സർക്കിൾസ് കട്ട് ചെയ്ത് പോകണം. പക്ഷെ അന്ന് എൻ്റെ എഫിഷ്യൻസി എനിക്ക് അറിയാവുന്നതുകൊണ്ട് സാറിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് എനിക്ക് വളരണം എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് സാറ് ചെയ്യാതെ ഒരു കള്ളത്തരം അതിനകത്ത് കാണിക്കുമായിരുന്നു. എന്തായാലും അറിയാമോ, 2-ന് പകരം 4 സർക്കിള് എനിക്ക് ത്രൂ ആക്കണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. സാർ അത് കഴിഞ്ഞ് പറഞ്ഞൊരു ഇതാണ്, അതായത് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ കൗൺസിലിങ്ങിനകത്ത് വന്ന 2-ാമത്തെ മാസം സാറ് ഡാഫോഡിൽസ് ഹോട്ടൽ, അതായത് കായംകുളത്തെ ആ ചെറിയ ഹോട്ടലില്ലേ, ഡാഫോഡിൽസ് ഹോട്ടലിലെ അവിടുത്തെ ആ ചെറിയ ടേബിളിൽ ഇരുന്ന് സാർ പറഞ്ഞാണ്, ദീപ് ഒരു ലെഗ് എത്രയാണോ വരുന്നത് ആ ലെഗിൻ്റെ സെയിം വോളിയമോ അതിൻ്റെ ഇരട്ടിയോ ആവണം സൈഡ് വോളിയം എല്ലാം കൂടെ ചേർത്ത്. സാർ ഓർമ്മയുണ്ടോ സാർ? അത് ഇന്നും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 2 ഓർഗനൈസേഷൻ ക്രോസ് ചെയ്തിട്ട് സൈഡ് വോളിയം 8000 DV എനിക്ക് വരുത്താൻ സാധിക്കും. അതിന് 20,000 DV ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ ഇപ്പോൾ സൂം എന്നായിരുന്നു നമ്മൾ സൂം സെഷൻ സ്റ്റാർട്ട് ചെയ്തത്? 2020 മാർച്ച് 19. ഇപ്പൊ എത്ര വർഷമായിട്ടാണ്? 24 ശേഷം. എത്ര വർഷമായിട്ടാണ്? ഇപ്പം 6 വർഷം കഴിഞ്ഞു. 6 വർഷം ഒരു ദിവസം പോലും ക്ലോസിങ്. ചില ദിവസങ്ങളിൽ ഇതിന്റെ ഉണ്ടാകും, പക്ഷെ ഒരു ടൈം ഡിലേ വരാതെ ഇത്രയും വർഷവും സാറ് നീ എന്നത് പറയുന്നോ എന്ന് സാറ് ചിലപ്പോൾ മറന്നു തന്നെ പോയി കാണും. അത് എപ്പോഴാണോ ഇത് പറയേണ്ടതെന്നുള്ളത് റെഗുലറായിട്ട് ഇന്നും അത് പ്ലേ ചെയ്യും അല്ലേ. ഈ അടുത്ത സമയത്ത് അഞ്ജന അത് ഏറ്റെടുത്തു. അഞ്ജന എങ്ങനെയുണ്ട്? സ്ഥിരമായിട്ട് ആ സമയത്ത് കൃത്യസമയം പാലിച്ച് ഈവനിങ് ടൈം 9 മണിക്ക് 5 മണിക്ക് ഇതാണ് 9 മണിയുടെ ആ ടൈം ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എഫേർട്ട് തോന്നിയിട്ടുണ്ടോ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ? അത് സ്ഥിരമായിട്ട് അപ്പൊ അത് കഴിഞ്ഞ് എത്ര വർഷമായിട്ട്? 6 വർഷമായിട്ട് നമ്മൾ ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എനിക്ക് പറയാൻ തോന്നി. ഓക്കെ. അതുപോലെ തന്നെ 9 മണി 6 മണി മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ. ഓക്കെ. അപ്പൊ ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഒന്നും പറയാൻ സമയമില്ല. അതുപോലെ സാറ് ഇന്ന് പറയാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് എത്തിക്സ്, അതിനെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പം എന്ത് തരത്തിലുള്ള വർക്കിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള വർക്ക് നമ്മൾ വരുന്നോ നമ്മൾ 100% പ്രിപ്പയർഡ് ആയിരിക്കുക. മനസ്സുകൊണ്ട് ഏത് തരത്തിലുള്ള ഇതിലൂടെ പോകണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോയ സമയത്ത് അന്ന് ഡൗൺലൈൻസ്, കാരണം പോലീസ് കേസൊക്കെ വന്നിട്ട് പല ഇഷ്യൂസ് ആൾക്കാരെ സ്പോൺസറിങ് കിട്ടുന്നില്ല, പ്രോഡക്റ്റ് മൂവ്മെന്റ് നടക്കുന്നില്ല. പ്രോഡക്റ്റ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇല്ല. പല FSSAI ഇഷ്യൂ കാരണം പല പ്രോഡക്ട്സും ഇല്ല. പ്രോട്ടീൻ പൗഡർ ഇല്ല, വൈറ്റമിൻ C ഇല്ല, ഇങ്ങനെ പല omega-3 ഇല്ല, അങ്ങനെ പല പ്രോഡക്ട്സിന്റെ ഇഷ്യൂ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അന്ന് ഫോക്കസ് ചെയ്തത് ബ്യൂട്ടി പാർലേഴ്സിലായിരുന്നു. ബ്യൂട്ടി പാർലേഴ്സ് ശരിക്കും കയറി ഇറങ്ങി. കേരളത്തിൽ ഞാൻ നടത്താത്ത ഒരു സിറ്റി ഇല്ല ബ്യൂട്ടി പാർലേഴ്സിന്റെ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഹോൾ അറേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ പല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു അതെല്ലാം നമ്മൾ ചെയ്തു. അന്ന് നമ്മുടെ സക്സസ് ഉണ്ടാക്കിയത് അതിനകത്താണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലം മാറിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ വെൽനസ് ചെയ്തു. ഇന്ന് അടുത്ത കാലം മാറി. എന്താണ്? ഇന്ന് അഗ്രി കൺസൾട്ടൻ്റായി. ഇനി ഏത് വേഷം കെട്ടിയാണേലും നമ്മൾ ഡയമണ്ട് ആവണമെന്നുണ്ടോ നമ്മുടെ മനസ്സിൽ, അത് കെട്ടാൻ നമ്മൾ റെഡിയാണ്. അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ വരുന്ന ഏത് ഇതും ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനായിട്ട് നമുക്ക് മനസ്സ് വേണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആശ,
ഞാൻ ആദ്യമായിട്ട് ആ സമയത്താണ് തോന്നുന്നത് ആസ് എ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് വിട്ടത് അല്ലേ. അതിനുശേഷം ഇപ്പം ആസ് ഏത് കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. അതിനുശേഷം ഞങ്ങൾ ഇനിയിപ്പോൾ ഈ മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് മാറും. അത് എന്തായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പം നമ്മൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തു, അത് പഠിക്കാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഴിച്ചുപണികളെല്ലാം നമ്മുടെ ലൈഫിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ബിസിനസ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ. ഇപ്പം നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. ഒരിക്കലും ഫൗണ്ടേഴ്സ് പ്ലാറ്റിനം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ റൂബി എന്ന് പറയുന്നതോ ഒന്നുമല്ല. നമുക്കിനി ഒത്തിരി ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഇത്രയും കാര്യം ഇപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ സാറ് അത് പറഞ്ഞ സമയത്ത് തന്നെ അത് എൻ്റെ ബ്ലഡ് ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് അത് ഡെവലപ്പ് ചെയ്തു അല്ലേ. അതേപോലെ തന്നെ ശരിക്കും ഒന്നാലോചിച്ചൊക്കെ ഇതൊക്കെ ചെയ്യുന്ന സമയം സാറ് ഓർമ്മയുണ്ടാകും, ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓപ്പൺ മീറ്റിംഗ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ദിവസം നമ്മൾ പാലക്കാട്, ഒരു ദിവസം തൃശ്ശൂർ, ഒരു ദിവസം കോട്ടയം, ഒരു ദിവസം കായംകുളം, ഒരു ദിവസം ആലപ്പുഴ, ഒരു ദിവസം പിന്നെ ഒരു 6 ദിവസങ്ങളിലായിട്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സംഭവങ്ങൾ ചെയ്യുന്നത് എല്ലാം ബസ്സിലിരുന്ന് ഓരോ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യും. ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ യൂട്യൂബിലെ കുറേ വീഡിയോസ് കാണാൻ പറ്റും. ഏകദേശം 10-200-ലധികം വീഡിയോസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഒന്നിനും തടസ്സമല്ലെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതെല്ലാം നമുക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ചിലപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിലായിരിക്കും, എപ്പോൾ വേണമല്ലോ അല്ല. ഇത് ആ ടെലിഗ്രാം ചാനലിലെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആംബേ ഇല്ലാത്ത അല്ലെങ്കിൽ സൈറ്റിലില്ലാത്ത എല്ലാ വീഡിയോസും അതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരാൾക്ക് ഒരുപക്ഷെ നമുക്ക് ഒരു നല്ല ഇതായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ഓക്കെ. അപ്പം ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരുന്നു. സമയം ഇന്ന് ഒത്തിരി അതിക്രമിച്ചു. നമുക്ക് നമ്മുടെ ടീം യഥാർത്ഥത്തിൽ ഒരു വലിയ ഷിഫ്റ്റിൻ്റെ തുടക്കത്തിലാണ്. നമ്മളുടെ ഈ യൂണിറ്റി, നമ്മളുടെ ഇൻറ്റഗ്രിറ്റി, നമ്മുടെ പാർട്ട്ണർഷിപ്പ്, നമ്മളെടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഇത് കൗണ്ട് ചെയ്യപ്പെടും. ഈ ഓരോ കാര്യത്തിലും നമുക്കെടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സ്റ്റെപ്പും നമ്മളുടെ സക്സസിനെ പുറകോട്ടും മുന്നോട്ടും അത് കൊണ്ടുപോകും. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? അടുത്ത A70. The euro is the official currency of 20 of the 27 European Union member states. A region known as the Eurozone, introduced in 1999 for electronic. ഓക്കെ, അപ്പൊ A70 എന്ന് പറയുന്ന പറഞ്ഞ വലിയൊരു കടമ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. നിങ്ങൾ ഒരിക്കലും എമറാൾഡ്ഷിപ്പ്, ഡയമണ്ട് ഇതൊന്നും വലിയ കടമ്പയായിട്ട് നിങ്ങൾ കാണണ്ട. കാരണം നമുക്ക് അതിലേക്ക് എത്താനുള്ള കപ്പാസിറ്റി ഓൾറെഡി നിങ്ങൾക്കുണ്ട്. അതിലേക്ക് എത്തിക്കാനുള്ള ലീഡർഷിപ്പ് നമുക്കുണ്ട്. അതിലേക്ക് എത്താനുള്ള സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ഇത്രയും ഒരു ഒറ്റ എല്ലോസിൽ ഇത്രയും ലീഡേഴ്സ് ഉള്ള അല്ലെങ്കിൽ എമേർജിങ് ആയിട്ട് ഒരേപോലെ ഇന്ന് കയറി ഉണ്ടായിട്ടുണ്ടാവാം നേരത്തെ. പക്ഷെ ഇപ്പം നിലവിൽ ഒറ്റ യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് ഗ്രോ ചെയ്ത് വരുന്ന ഒരു ഗംഭീര ഓർഗനൈസേഷനിലാണ് നമ്മൾ. നല്ല ക്ലാപ്പ് കൊടുക്കുക കേട്ടോ. ഗംഭീര ഇത് നമ്മളുടെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കാം, യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യാം, ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ടർ ആവാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്ന അവസരങ്ങളുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മറ്റേതെല്ലാം തള്ളിയത്. ഇത്രയും നേരം തള്ളിയതില്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ മരിച്ചു നിൽക്കണം. ആ ടീം വിജയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും. അഭിലാഷ് ഭായ് ഒറ്റയ്ക്കൊന്നും ചെയ്യത്തില്ല, സന്ദീപ് ഭായ് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ടീമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത് മൊത്തവും എൻ്റെ പേഴ്സണൽ, ഞാൻ ഒരിടത്തും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്? പക്ഷെ സിൽവർ സെൻ്റപ്പിൽ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി യുണൈറ്റഡ് ആയിട്ട് ടീമിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിൽക്കും. ടീം വിജയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഹിസ്റ്ററീസ് ഉണ്ടാക്കും. 100% അറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും A70 ആകുമ്പോഴത്തേക്ക് ഡയമണ്ട് ടച്ച് ചെയ്യും. ഒരാൾക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഡയമണ്ട്സിന്റെ ക്വാളിറ്റീസ് ഉണ്ട്. ആകെപ്പാട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിന്റെ കൂട്ടത്തിൽ നിന്നാൽ മാത്രം മതി. ഇത്രയും എന്താ പറഞ്ഞ ഒരു സിസ്റ്റം, അതായത് ഫോളോ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം എല്ലാവർക്കും ഉണ്ട്. ഇത്രയും നമുക്ക് ജനകീയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന, ഒരാളെ ഹർട്ട് ചെയ്യാനൊരു ചാൻസ് ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് സിസ്റ്റം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എന്തൊക്കെയാണോ ഒരു ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റും, ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്.
ഇൻഡിവിജ്വലി അല്ല, ആ ടീമിന് വേണ്ടി നമുക്ക് ഗോൾ ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയാൽ ഞാൻ പറയും മിറാക്കിൾസ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാനും അതിൻ്റെ ഫ്രണ്ടിലുണ്ട്, സാബു സാർ എൻ്റെ ഫ്രണ്ടിലുണ്ട്, പെരിസ്വാമി സാറുണ്ട്, എല്ലാ ആൾക്കാരെയും സപ്പോർട്ടിൽ നമുക്ക് ഇത് ചെയ്യും. ഐ വിഷ് യു ഓൾ സക്സസ് ആൻഡ് താങ്ക് യു. ഓക്കെ, അടുത്തൊരു സെഷൻ നമുക്ക് ഗംഭീര ഒരു സെഷനിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സമയം കറക്റ്റായിട്ട് അപ്പിക്കൊണ്ടിരിക്കുന്നത് 12 മണിയല്ലേ സാറേ? അതിൻ്റെ വാച്ച് തെറ്റാണോ? ശരി. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വെയിറ്റ് ചെയ്യുന്ന നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ അതിൻ്റെ മുന്നോടി മാത്രമാണ്. ഞാൻ സംസാരിച്ചായിക്കോട്ടെ, ഷെറീഫ് സാർ സംസാരിച്ചായിക്കോട്ടെ, ഇതൊക്കെ അതിൻ്റെ ഒരു എന്താ പറഞ്ഞ ഗാർണിഷ്, അത് മാത്രമാണ്. യഥാർത്ഥ നിങ്ങളുടെ എന്താ പറയുന്ന ഒരു കാതൽ നമുക്കിനി വരാൻ പോകുന്ന പേഴ്സണാലിറ്റീസിൽ നിന്ന് നമുക്ക് കേൾക്കാം. നമ്മളുടെയൊക്കെ ടീം ക്യാപ്റ്റനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം, അതായത് പണ്ടൊക്കെ നമ്മൾ PV ബേസിൽ വർക്ക് ചെയ്തതിൽ നിന്ന് യഥാർത്ഥത്തിലൊരു ആക്ടിവിറ്റി ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് ആക്കി തന്നത് സാബു സാറിൻ്റെ ഇൻഫ്ലുവൻസ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഗംഭീര ഒരു കൈയോടുകൂടി തന്നെ ആ ഫാമിലിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ വിചാരിച്ചത് ഏറ്റവും നല്ല സെഷൻ അല്ലേ? സന്ദീപിനെ അഞ്ജനയാണ് ഇപ്രാവശ്യം എനിക്കൊരു ഐക്കൺ ഓഫ് ദ മീറ്റിംഗ്. അവർ ദേ ആർ ഡു വണ്ടർഫുൾ ജോബ് ഫോർ ടീം. അഞ്ജനയൊക്കെ രാവിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു. അത് എനിക്കത് ഒരു പ്രാവശ്യം ഞാൻ അവിടെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ടീമിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. ടുക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് പാർട്ട്. അവരത് സീരിയസ് ആയിട്ട് എടുത്തു, ടീമിന് വേണ്ടി അത് ചെയ്യുന്നു. ഓക്കെ, അതിന് വലിയ റിലീഫുണ്ട് നമുക്കിനി. അത് ഐ ഹൈലി അപ്രീഷിയേറ്റ് സന്ദീപ്. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ് അറിയേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയേണ്ടത്. വേണ്ട കാര്യം ഉറപ്പാണ്. അത് ഇഷ്ടമുള്ള കാര്യം പറയാം, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷേ മറ്റൊരു സന്തോഷം കുറച്ച് കുറവായിരിക്കും. ഏതായിരിക്കും കംഫർട്ടബിൾ? ഇഷ്ടമുള്ള വേണ്ടത് അങ്ങനെയല്ല. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? വേണ്ട കാര്യം പറഞ്ഞാൽ ഉറപ്പാണ്. ജെമിനി ഉറപ്പല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആംബിയിൽ എങ്ങനെ ഇൻകം കിട്ടുമെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും ആംബിയിൽ കിട്ടാവുന്നതിൽ പെർഫോമൻസ് ഇൻസെൻറ്റീവിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ഇതിന് മേളിൽ പെർഫോമൻസ് ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് ഇനിയില്ല, അല്ലേ? ശരിയല്ലേ? സിൽവർ പ്രൊഡ്യൂസറിന് കിട്ടാവുന്ന ബാക്കി ഇൻകങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടോ? സിൽവർ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻകം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്? നിങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യതയുള്ള ഇൻകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് വർക്ക് ചെയ്യുമല്ലേ? ആ ഇൻകത്തിന്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ അങ്ങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇൻകം കൂടൂല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ വർക്കൊക്കെ ഭയങ്കര കാണും. എന്റെ ഷോൾഡർ ബാഗ് ഇങ്ങനെ തന്നാ അപ്പം ആംബിയുടെ ഇൻകം നമുക്ക് അറിഞ്ഞാൽ നിങ്ങൾ ഇനി സിൽവർ പ്രൊഡ്യൂസർ നിങ്ങൾ ഇതേ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഇൻകം കൂട്ടാനുള്ള പരിപാടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ അറിഞ്ഞു തുടങ്ങി, നിങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഇൻകം കിട്ടൂല. അപ്പോൾ ഇന്ന് ബിന്ദു ആക്ച്വലി നമ്മൾ രണ്ടും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് 28 വർഷം മുമ്പാണ്. ഞാൻ കല്യാണം കഴിച്ചു 1 വർഷം 2 വർഷം അല്ലേ, 9 മാസം മോക്ക് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ ഈ രണ്ടിനും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തീരുമാനം എടുത്താലും എനിക്ക് എൻ്റെ ടീമിലുള്ള എല്ലാ ലേഡീസിനെയും എനിക്ക് 100% ഉറപ്പാണ് ഫോളോ ഹാർ. She is a right example for all our team. ബിസിനസ് ആസ്പെക്റ്റിലായിക്കോട്ടെ, ഒരു ഫാമിലി എന്നുള്ള നിലയിലായിക്കോട്ടെ, നമ്മളൊരു കൂട്ടുകുടുംബമായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടൻ്റെ വൈഫും അനിയനും എല്ലാം കൂടെ ഒരു ഫാമിലി. അതിൽ ഒരേ ഒരു ഇൻകം മേക്കിംഗ് മിഷൻ ഞാൻ മാത്രം, നമ്മുടെ വീട്ടിൽ മാത്രം. ഇപ്പോൾ വീട്ടിലുണ്ടാകാൻ ചാൻസുള്ള കൺഫ്യൂഷൻ, എന്തെല്ലാം ഇൻലോസിൻ്റെ ഉണ്ടാകാനുള്ള ചാൻസസ്, ചെറിയ കാര്യം പോലും എന്തുമാത്രം റിയാക്ട് ചെയ്യുന്നു. ഇവർക്കൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. എന്ത് ചെറിയൊരു കാര്യം പോലും എത്രമാത്രം വലിയ ഇഷ്യൂ ആവാൻ സാധിക്കും. അവിടെ പോലും ഒരു ഇഷ്യൂ. എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര മദ്യപാനിയാണ്. അതിനിടെ ആലോചിച്ചു, ഒരു ദിവസം ഒരു ഫുൾ ബോട്ടിൽ കഴിയും, 30 ദിവസം 30 ഫുള്ളാണ് അച്ഛൻ കഴിയും. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡ്രങ്ക്. അങ്ങനെ ഒരു പേഴ്സണെ വീട്ടിൽ അനിയനും ചേട്ടനും ജോലിയില്ല, നമ്മൾ മാത്രം ഇങ്ങോട്ട് ജീവിക്കുന്നു. ആ കാര്യങ്ങൾ കൈകാര്യം ഒരു ഫ്രിക്ഷനും ഇല്ലാതെ കൊണ്ടുപോകണം ഇത്രയും പേരെ.
ബിന്ദു എടുത്ത ആ എഫേർട്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മളെ വീട്ടിലോട്ട് എല്ലാവരും കൂടെ വരും. ഡൗൺലൈൻസിലാണ് അന്ന് വീട്ടിലാണ് കിടപ്പൊക്കെ, 10-12 പേര് രാത്രി വീട്ടിൽ കിടക്കും പായൊക്കെ എടുത്തിട്ട്. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ്, അതിൻ്റെ ഇടയിൽ വീട്ടുകാരുടെ ഇഷ്യൂ ആലോചിച്ച് നോക്കും. നമ്മളെ വീട്ടുകാർക്ക് എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയും കൂടെ. അതിനിടയിൽ ബിന്ദു അന്ന് കൊണ്ടുപോയ ഒരു രീതി എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ട്. പക്ഷെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായി. ഓക്കെ, കുട്ടികളെ അവർ മോൾഡ് ചെയ്ത രീതി ആയിക്കോട്ടെ, എവറിത്തിങ്, ഫിനാൻസ് ആയിക്കോട്ടെ. ഞാനെന്ന് പറഞ്ഞ വ്യക്തി 100% ശരിയെന്നാണ് ബിന്ദു വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ്, പല കാര്യങ്ങളും ഡിസിഷൻ എടുത്ത് അതാണ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ബിന്ദുവിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിനകത്ത് യാതൊരു ഡൗട്ട് ഇന്ന് വരെ എനിക്ക് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് ഓക്കെ, ഒരുപക്ഷെ ഞാൻ ബിന്ദുവിനെ അല്ല കല്യാണം കഴിച്ചെങ്കിൽ എനിക്കൊരു ഡിഫറെൻറ്റ് ലൈഫ് ആവുക, ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഞാൻ ഭയങ്കര വൈൽഡ് ഡ്രീമുള്ളതാണ്. ബിന്ദുവിന് തീരെ ഡ്രീമില്ലാത്ത ആളിൻ്റെതായ അത് മാത്രമേ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ സപ്പോർട്ടിൽ ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന പറയില്ലേ, അത് നല്ല ഡിസിഷൻ, മോശം ഡിസിഷൻ, ഞാൻ കുളമായിപ്പോൾ അതും ഡസൻ മാറ്റർ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ കൂടെ. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഹോൾ ബിസിനസ്സിനകത്തും ബിന്ദുവിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വൈഫിൻ്റെ സപ്പോർട്ട് പോലെ തന്നെയാണ് എൻ്റെ ബിന്ദുവിൻ്റെ സപ്പോർട്ട്. പക്ഷെ അൺബിലീവബിൾ. പക്ഷേ ഈ ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കണമെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ഒരു ഹസ്ബൻഡ് വൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഫാമിലി റൺ ചെയ്യുന്ന ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, കുട്ടികളെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട് എന്ത് ഡൗട്ട് അങ്ങനത്തെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇൻലോസ് ഇഷ്യൂ ആണ്, ഒരു കൂട്ടുകുടുംബം ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് ഉണ്ടെങ്കിലും ഇവരത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരാളിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീട്ടിൽ നടക്കുന്നു, ഹൗ ഐ ഹാൻഡിൽ ദി സിറ്റുവേഷൻ. എനിക്ക് 100% എനിക്ക് പറയാം. ഓക്കെ, സോ ബിന്ദു നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻകം പാർട്ട് പറഞ്ഞു. അതായത് സിൽവർ പ്രൊഡ്യൂസർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഇൻകം എങ്ങനെയാണ്, ആ കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ 100 PVയും എങ്ങനെ വരുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം. 100 PV ക്രിയേറ്റ് ചെയ്ത് TV ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇൻകം കൂടില്ല. ആ ഇൻകം എങ്ങനെ ആ TV എവിടെ ക്രിയേറ്റ് ആവണം എങ്കിലേ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും, എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും ഇങ്ങനെ കിട്ടാനായിട്ട്. ഓക്കെ, അത് ബിന്ദു നിങ്ങളുടെ പറഞ്ഞു. നല്ല ക്ലാസ് വെക്കുന്ന രീതിയാണ്. നല്ല ലൈവ് ആക്കി എക്സലന്റ് സെഷൻ ഓക്കെ. ടിഷ്യൂ വേണം. അതെ, യാത്ര അതിൽ AC എടുത്തിരിക്കണം. ഇനി ഞാൻ കണക്ക് പഠിപ്പിച്ച് ഉറക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്നറിയാമോ, എനിക്ക് പണ്ട് ഈ ബിസിനസ്സിനകത്ത് വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എനിക്ക് സാധാരണ എനിക്കൊരു ജോലിയായിരുന്നു എനിക്ക് താല്പര്യം. എനിക്കല്ലാതെ ബിസിനസ് ഒന്നും ചെയ്യാനൊന്നും എനിക്കൊരു താല്പര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ, അതിനകത്തുള്ള സ്ട്രെസ്സൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല. എനിക്ക് സ്ട്രെസ് എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. എനിക്ക് ഡ്രീം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് പോകണ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് വലിയ ബിഗ് ഡ്രീമറാണ്, എനിക്ക് 0 ഡ്രീമറാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോൾ ഇരുന്ന് ആലോചിക്കാറുണ്ട് സ്വയം. എന്താണെന്നറിയാമോ, എന്തുകൊണ്ട് ഞാൻ വലിയ ഡ്രീം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാം അതിൽ കൂടെ ഞാനും കൂടെ അച്ചീവ് ചെയ്ത് പോകണോണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ കാറാണെങ്കിൽ ഇറ്റ് ഇസ് ഇനഫ്. എനിക്ക് എൻ്റെ കാർ വലുതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമേ ഇല്ല. ഒരു മാരുതി കിട്ടിയാൽ, നാനോ കിട്ടിയാൽ ഐ എം ഹാപ്പി. എനിക്ക് മഴ നനയാതെ പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ വേറൊന്നും എൻ്റെ വലിയ ഫാക്ടറല്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പോകണം. എൻ്റെ ഫാമിലി, എൻ്റെ ക്ലോസ് സർക്കിളൊക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഇനി ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ, എൻ്റെ മോളുടെ കല്യാണം. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പോഷായിട്ടൊന്നും നടത്തണമെന്നില്ല. പക്ഷേ എനിക്ക് ആ നടത്തുന്ന സാധനത്തിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ, വളരെ ലൈറ്റായിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അതിനകത്ത് എനിക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ വേറൊരാൾ അവർക്ക് പൈസ ഇല്ല എന്നൊന്നും ചിന്തിക്കരുത്. എനിക്ക് അങ്ങനെ നമ്മുടെ ഫുള്ളസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. എനിക്ക് അതൊക്കെ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ്.
അപ്പം അതുപോലെ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ഡ്രീം. കൊച്ചു ലോകമാണ് എനിക്ക്. പക്ഷേ ഈ ഒരു വലിയ മരത്തിൻ്റെ തണലിൽ നിൽക്കണോണ്ട് എനിക്ക് ആ കൊച്ചു ലോകം മതി. പക്ഷേ നിങ്ങളിപ്പോൾ നമ്മുടെ വീട്ടിൽ ആരാണോ വലിയ ഡ്രീമർ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും നല്ലൊരു ഡ്രീമർ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെറുതിലിരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ വലിയ വീമ്പിളക്കാൻ പറ്റുന്നത്, അത്രേ ഉള്ളൂ. അപ്പം സ്വപ്നം വലിയ കാര്യമാണ്. സ്വപ്നം കാണാൻ ഒരാൾക്ക് പറ്റുമെങ്കിലും നല്ലതാണ്. ഞാനൊക്കെ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന, പഠിത്തം മാത്രം എൻഹാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ലവിങ്. അവരുടെ വേറെ ലോകമൊന്നുമില്ല, അവർക്ക് മക്കൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കയ്യിൽ കൊണ്ട് നടന്ന ഒരിതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫാമിലിയിലോട്ട് വന്നപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അച്ഛനൊന്നും മദ്യപിക്കണമെന്ന് ഞാൻ ഇതിൽ ഇഷ്ടമില്ല. അച്ഛനാകെ ഒരു സ്മോക്കിംഗ് ഹാബിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എന്നെ അച്ഛന് പേടിയായിരുന്നു. എൻ്റെ മുമ്പ് വലിക്കില്ല. ഞാൻ ഇങ്ങനെ അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് അച്ഛനെ എപ്പോഴും വേണ്ടേന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അച്ഛൻ അത് നിർത്തി. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വീട്ടിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ആ ഉൾക്കൊണ്ട് ഇന്ന് ഫാമിലി ഇത്രയും നല്ലതായിട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചത് ഈ ബിസിനസ്സാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി കൊണ്ടുപോകില്ലായിരുന്നു, എനിക്ക് ഉറപ്പാണ്. പക്ഷെ കറക്റ്റായിട്ട് ദൈവം ഇത് കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നറിയാം. അവരെ അച്ഛനും അമ്മയൊക്കെ അവരെ എന്തൊക്കെയാണെങ്കിലും, അച്ഛൻ മദ്യപിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ വളർത്തി വലുതാക്കിയ ഒരു മോനല്ലേ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കാത്തപ്പോൾ നല്ല മനുഷ്യനുമാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ ആർക്കും കിട്ടൂല. ഇത്രയും നല്ലൊരു അച്ഛനാണ്, മനസ്സിലായില്ലേ. പക്ഷെ അപ്പം അമ്മയും എന്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഇവരുടെ ഇടയിൽ മക്കളെ വളർത്തിയെടുക്കാനൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാക്കി തരാൻ എനിക്ക് സഹായിച്ചത് ഈ ബിസിനസ്സാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ വീട്ടിൽ നടന്ന പോലെ എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ, എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ നോക്കണം എന്നുള്ള ലൈനിലോട്ട് പോകും, മനസ്സിലായി. ഞങ്ങൾ അങ്ങനെ ഒരു ക്ലോസ് സർക്കിളിലാണ് വളർന്നത്. ഇന്നും എനിക്ക് എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ എൻ്റെ അനിയത്തി എന്നാണ് എനിക്ക്. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ഒരു സ്റ്റാറ്റസ് എല്ലാവരും എൻ്റെ അനിയത്തിയൊക്കെ ഇട്ടിരുന്നതിനകത്ത് ഞാൻ ഭയങ്കര ചിരിച്ചിരിക്കണ ഒരു ഫോട്ടോ. അപ്പോൾ ഉടനെ എൻ്റെ അനിയ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, അടുത്ത് ആരാണ് നിൽക്കണമെന്ന് അറിയാവോ? അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞു, ചോദിക്കാനുണ്ടോ? ആരടുത്ത് അറിയാമോ? ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ. ഇത്രയും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ എൻ്റെ ഫേസിൽ വന്ന് ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ശരിയാ. അപ്പം എനിക്കൊരു അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം അതേ ഒരു സാധനം എനിക്ക് ഈ ബിസിനസ്സിൽ കൂടെ കിട്ടി. കുറേ അനിയന്മാരെ കിട്ടി, കുറേ ചേട്ടന്മാരെ കിട്ടി, കുറേ സഹോദരങ്ങൾ കിട്ടി, ശരിക്കും കുറേ അനിയത്തിമാർ, കുറേ ചേച്ചിമാർ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആയിരുന്നു. ആദ്യം എൻ്റെ അതിലോട്ട് കൊണ്ടുവരാൻ എനിക്ക് പ്രയാസമായിരുന്നു ആൾക്കാർ. പക്ഷേ ഈ ബിസിനസ്സിനകത്ത് കിട്ടിയ ഭയങ്കര സാധനങ്ങൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഇത് അതാണ് എനിക്ക് ഫസ്റ്റ് അട്രാക്ട് ചെയ്ത ഒരു സാധനം. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബിസിനസ്സിനകത്ത് ഇപ്പം എനിക്ക് ഏതിനകത്തും എനിക്കൊരു കാര്യം ഫുള്ളസ്റ്റ് ആയിട്ട് മനസ്സിലായി ചെയ്യാൻ പറ്റില്ല. ഇന്നും എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇപ്പം ചേട്ടൻ തന്നെ ചിലപ്പോൾ പറയും, തൻ്റെ അടുത്ത് പറയാനാണ് എനിക്ക് ഏറ്റവും പ്രയാസം എന്ന് പറയും. ഞാൻ പറയും, എനിക്ക് വ്യക്തമാക്കി താ, പിന്നെ വിട്ടുതരാം. പക്ഷെ എനിക്ക് വ്യക്തമായില്ലെങ്കിൽ എൻ്റെ മൈൻഡ് അത് എടുക്കൂല, ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ടിരിക്കും. അപ്പം എനിക്ക് ക്ലിയർ ആയാൽ ഞാൻ വിടാം, പിന്നെ ഞാൻ ചെയ്തോളൂ, പിന്നെ എന്നെ ഒന്നും ചോദിക്കണ്ട, ചെയ്തോളൂ. അപ്പം അതും പിന്നെ അതുപോലെ തന്നെ ഈ ബിസിനസ്സിനകത്ത് വന്നപ്പോൾ എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്ത് മദ്യപിക്കുക, പുകവലിക്കുക ഇങ്ങനെയൊന്നുള്ളൊരു സാധനമില്ല. അപ്പോൾ സാധാരണ ഒരു ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. കൊള്ളാമല്ലോ, ഇതിന് അഥവാ നമുക്കിനി കുറേ നാളൊക്കെ കഴിയും. ഇപ്പം ഞങ്ങളുടെ എഞ്ചിനീയേഴ്സ് മീറ്റിനൊക്കെ പോകുമ്പോൾ ആദ്യം കുറേ നേരം സിമെൻറ്റിൻ്റെ കാര്യം, കോൺക്രീറ്റിൻ്റെ കാര്യം, മറ്റേ എല്ലാ കാര്യമൊക്കെ പറയും, കമ്പിയുടെ കാര്യം എല്ലാം പറയും, അങ്ങനെ പുതിയ ടെക്നോളജീസ് എല്ലാം പറയും, എല്ലാം കഴിയും. കുറച്ച് കഴിയുമ്പോൾ ഒറ്റ ആണുങ്ങളെ കാണില്ല, എല്ലാവരും ബാക്കിൽ ഭയങ്കര അവിടെ. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളിൽ ചെന്നാൽ അയാൾ ചെകുത്താനായി മാറും. അപ്പം അവിടെ നമുക്ക് ബിഹേവ് ചെയ്യണം എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഈവൻ ലാസ്റ്റ് ഗിഫ്റ്റ് കിട്ടും, അതുപോലും വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ സംഭവം അവിടെ പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഇതിനകത്ത് ഒന്നുമില്ല. നമ്മൾ വളരെ ഇപ്പം നമുക്ക് അഥവാ അങ്ങനെ ഒരു ഹാബിറ്റ് ഉള്ളിലുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലാകാമെങ്കിലും ഈ ബിസിനസ്സിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഒരു ചിന്ത വരില്ല. എൻ്റെ ബിസിനസ്സിനകത്ത് ലൈവായിട്ട് ഒരു അങ്കിൾ, ആക്ച്വലി അദ്ദേഹം ചെയിൻ സ്മോക്കറായിരുന്നു. ഇങ്ങനെ വെക്കും, അത് കഴിയുമ്പോൾ ഉടനെ വെക്കും, അങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ഒരു അങ്കിള് ഈ ബിസിനസ്സിനകത്ത് വന്നതിന് ശേഷം സ്മോക്കിംഗ് നിർത്തി. അത് ശരിക്കും എനിക്ക് ഇന്ന് അങ്കിൾ ഇപ്പം മരിച്ചു പോയി, നമ്മുടെ കൂടെ ജീവനോടെ ഇല്ല, പക്ഷെ നല്ല പ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ആ സ്മോക്കിംഗ് നിർത്തി. അത് തന്നെ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അങ്കിളിനെ ആൻറ്റിക്കും ഭയങ്കര ഇതായിരുന്നു. അങ്കിൾ ജന്മത്ത് സ്മോക്കിംഗ് നിർത്തുമെന്ന്, ഉറങ്ങുമ്പോൾ മാത്രമാണ് വായിൽ സിഗരറ്റ് ഇല്ലാത്ത, അത്രയും വലിയ സ്മോക്കറായിരുന്നു. അപ്പം ഈ ബിസിനസ്സിനകത്ത് വന്നപ്പം എല്ലാവരും ചേഞ്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വരെ അത്രയും പ്രായത്തിൽ മാറ്റണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഈ ബിസിനസ് എത്ര ഇമ്പാക്റ്റാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ എനിക്ക് അടുത്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ അമ്മ ഒരു സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അച്ഛൻ്റെ ശമ്പളം മാത്രമല്ല, അമ്മ നിങ്ങൾക്കൊക്കെ ഇവിടെ കയറി ഈ ചിട്ടി ഗോൾഡ് അങ്ങനത്തെ പരിപാടിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്, ചെറിയൊരു ഫിനാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പം അമ്മ ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ കണ്ടത്. പക്ഷെ അമ്മ നമ്മളെ എല്ലാ കാര്യത്തിലും, അച്ഛനൊന്നും അറിഞ്ഞൂടാ,
എല്ലാം അമ്മയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കാര്യവും എനിക്ക് എൻ്റെ കുട്ടികളുടെ അടുത്ത് വേണമെന്ന് തോന്നി. എന്ന് വെച്ചാൽ അമ്മയുടെ ആ ഒരു കണ്ണ് നമ്മളിലുള്ളത് ഞങ്ങൾ 3 പേരിലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നമ്മളെല്ലാവരും ഒരു ഫാമിലി പേഴ്സൺസ് ആയി, എല്ലാവരും നല്ലതായിട്ട് പഠിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് അത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നമുക്ക് പൈസയും വേണ്ടേ അത്യാവശ്യം ജീവിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആകെ പൈസ ഉണ്ടാക്കണം ജോലി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മനസ്സിനകത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജോലി എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്തുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. പക്ഷെ അന്ന് എനിക്കത് നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു ജോബിനൊന്നും നോക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. പക്ഷേ ഞാനൊരു എന്താ പറയുക കോൺട്രാക്ട് ബേസിസിൽ ഞാൻ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് സാർമാരും ഒക്കെ പറയുമായിരുന്നു, ബിന്ദു ഇപ്പോൾ യു മസ്റ്റ് ട്രൈ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ പെട്ടെന്ന് എഴുതുന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കല്യാണമായി. അപ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു ജോലിക്ക് വേണമെങ്കിൽ പൊയ്ക്കോ, പക്ഷെ ഞാൻ വീട്ടിലിരിക്കും. അപ്പം ഓക്കെ. അപ്പം ഇങ്ങനെ എന്നിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനിയും അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ബിസിനസ് ഇവിടെയും പോകുന്നുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനി ഒരെണ്ണമുണ്ടായിരുന്നു പാരലായിട്ട്. പിന്നെ ഈ കോർപ്പറേഷൻ ഓഫീസിലും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യം ഇരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ വഴിയിൽ ഈ ബിസിനസ് നമ്മുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത്. പക്ഷെ ഞാൻ അപ്പോൾ ഒന്നും ഇൻട്രസ്റ്റ് എടുത്തില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ പല ട്രെയിനിങ് സെഷനൊക്കെ ഇതേപോലെ കുറേ പേര് വന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ അവിടെയൊന്നും ഇരിക്കില്ലായിരുന്നു. ഞാൻ മേലെ മുറിയിൽ പോകും. അന്ന് എൻ്റെ മോൾക്ക് 9 മാസമേ പ്രായമുള്ളൂ. അപ്പം ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മേളിൽ പോകും. ഞാൻ എൻ്റെ എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം ഓഫീസിലുള്ള പരിപാടികൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് ഞാൻ മേളിലിരിക്കും. അപ്പം പക്ഷെ ഞാൻ എന്നാലും നമുക്ക് പെണ്ണുങ്ങൾക്ക് വരുന്നുണ്ടല്ലോ, ഇദ്ദേഹം ചെയ്യണം കറക്റ്റാണോ എന്ന് അറിയണമല്ലോ. ഒരു ചെവി അവിടെ ഇട്ടിട്ടാണ് പോകണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെയും കൂടെ അഫക്റ്റ് ചെയ്യണ കാര്യമല്ലേ. അപ്പം ഞാൻ പറഞ്ഞ ഒരു ചെവി അവിടെ ഇട്ടിട്ടാണ് ഞാൻ മേളിലോട്ട് കയറി പോകണമെങ്കിൽ വേണം. അപ്പോൾ എല്ലാം ഓവർ ഹിയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇവരെന്തുമാണ് പറഞ്ഞത്, ഇവർ രാത്രിയാണ് മീറ്റിംഗ് ഒക്കെ. അപ്പം ഞാൻ ഇവരൊന്ന് കടത്തുമല്ലോ ഈ രാത്രിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിപാടി. അപ്പം ഞാൻ എന്നിട്ടും എന്നാൽ രാത്രിയാണ് എല്ലാവർക്കും സമയമുള്ളത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്ത 1-2 കാര്യങ്ങൾ കേട്ടതിലാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോ ആൽക്കഹോൾ, നോ സിഗരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇമ്പാക്ട്. അപ്പം ആരെയും കളിയാക്കൂല, കുറ്റപ്പെടുത്തൂല, ശപിക്കൂല. ഇത് കേട്ടതും എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയി. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറണ്ട് ബിസിനസ് അല്ലെങ്കിൽ കറണ്ട് ജോബ് ചെയ്തിട്ടാണ് ഇതും കൂടെ ചെയ്യാനൊക്കെ എൻകറേജ് ചെയ്യണം. ഇത് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒരു കൊച്ചിൻ്റെ ഒരു പനി വരെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയൊക്കെ എന്നിട്ട് തിരിച്ച് എന്നെ വിളിക്കാൻ മറന്നു ചേട്ടൻ. എന്നെ ഒരു ഡോക്ടറെ അടുത്താക്കിയിട്ട് 11-12 മണിക്ക് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുക മോളെയും കൊണ്ട്. ഭയങ്കര ഹെവി റെയിൻ. ഞാൻ തിരിച്ച് അവിടെ ചെന്ന് മറന്നുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അപ്ലൈൻ 9% ആയി. അപ്പോൾ അവിടെ റെക്കഗ്നേഷന് വേണ്ടി ഇദ്ദേഹത്തിന് ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ ടോക്കൺ നോക്കിയപ്പോൾ അവിടെ എൻ്റെ 140 എത്രയാണ്. അപ്പോൾ അപ്പോഴവിടെ 20 എന്തോ ആയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോഴും ഇല്ല ഞാൻ വരണം എന്ന് പറഞ്ഞ് പോയാൾ. പക്ഷേ ഇതുപോലൊരു ഹോളിൽ ഇരുന്നാൽ നമ്മൾ സമയം പുറത്ത് അറിയില്ലല്ലോ. ആ എക്സൈറ്റ്മെൻറ്റിൽ ഇരുന്ന് അദ്ദേഹം മറന്നുപോയി. ഞാൻ ഇവിടെ എന്നെ ഡോക്ടർ 10 മണിക്ക് വിളിച്ചു. 10 മണി ഞാൻ ഒരു 10:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തു, കാണാനില്ല. പിന്നെ അന്ന് ഇതുപോലെ വണ്ടി ഊബറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കുടയും എടുത്തിട്ടില്ല. മഴ കൊച്ചിനെയും കൊണ്ട് ഈ മഴയിൽ നമ്മുടെ വീട്ടിലോട്ട് ഒരു 1 കിലോമീറ്റർ പോകണം. ഞാനൊരു വാക്കിനങ്ങ് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അന്ന് എൻ്റെ ചേട്ടൻ്റെ അച്ഛൻ ചേട്ടനെ അവിടെ വെളിയിൽ നിർത്തി തിരിച്ചു വന്നപ്പോൾ ഒരു ഹൊറർ സീനായിരുന്നു അത്. അപ്പോൾ പക്ഷെ അന്ന് എല്ലാവരും അഗേൻസ്റ്റായി വീട്ടിൽ. പക്ഷേ ഇത് നിനക്ക് ഇത് നിന്ന് ഇനി അലോ ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛനും ഒക്കെ കൂടെ അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്നുള്ള അതാണ് ഇപ്പം നേരത്തെ ആശ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചാൽ തീരുന്നേ ഉള്ളൂ. വേറെ തേർഡ് പാർട്ടി ഒരാൾ വന്നാൽ ചിലപ്പോൾ അത് കൂടുതൽ വേസ്റ്റ് ആവും. പക്ഷെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അവർ നിന്ന സമയത്ത് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ശരിക്കും ഡിസ്കസ് ചെയ്ത് എന്താണ് ഈ ബിസിനസ്, എന്താണ് നമുക്ക് ഇതിൽ കൂടെ എന്താണ് കിട്ടാൻ പറ്റും. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒറ്റ വാക്ക് പറഞ്ഞു, ഒരു 3 മാസം എൻ്റെ കൂടെ നിൽക്കി, ഒന്നും ചെയ്യണ്ട, 3 മാസം എൻ്റെ കൂടെ നിൽക്കി, നമുക്ക് ഈ ബിസിനസ് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 3 മാസം ഞാൻ ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഞാൻ റെഡി, 3 മാസം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും ഒരു ഗുഡ് ട്രൈ ചെയ്യാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അതൊരു വർത്തായിരുന്നു. ഇന്ന് ഞാൻ 25 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഞങ്ങൾ തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിന് പോലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി കുടുംബം ഇന്നും ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇത്ര യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിലും ഒക്കെ കാരണം ഞങ്ങളുടെ ഈ ബിസിനസ് തന്നെയാണ്. അപ്പം അത് ആ ഒരു റൈറ്റ് ഡിസിഷൻ ശരിക്കും എടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ മിക്ക കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ മിക്കതിനും ആദ്യം എതിര് നിൽക്കും. അപ്പം ചേട്ടൻ അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു ഞാൻ പറയും ചേട്ടൻ മറ്റേ സാധനം എന്താ പറയുന്നത് കൊടുക്കാൻ നിൽക്കുന്ന ആളിനെ പോലെയാണ് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾ സംസാരിക്കണമെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ ഹൈലൈറ്റ്സും ഇങ്ങനെ പറഞ്ഞു പക്ഷെ നല്ലതാണ്. എനിക്ക് പെട്ടെന്ന് ആദ്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അത് നമ്മുടെ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുമ്പം പരസ്പരം ഓരോരുത്തരും
ഓരോ ക്വാളിറ്റി ആയിരിക്കും ഒരാൾക്കുള്ളത്. പരസ്പരം നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് കാര്യം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാതെ പരസ്പരം കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓരോ, ഇപ്പം ഞങ്ങൾ പറഞ്ഞ ഇതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡിഫറെൻ്റ് ആയി. പക്ഷെ അവിടെ യു നെവർ കോമ്പീറ്റ് ഈച്ച് അതർ, ഓൾവേസ് കംപ്ലീറ്റ് ഈച്ച് അതർ. അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം, ഇതുവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ കൂടെ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, സിൽവർ പ്രൊഡ്യൂസറായ നമുക്ക് എത്രയും ഏതൊരു സാധനവും നമ്മൾ ചെയ്യണത് എന്തിനാണ്? പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൈസ ഉണ്ടാവണം. സിൽവർ പ്രൊഡ്യൂസറായ എത്ര പൈസ കിട്ടും എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അപ്പോൾ നമുക്കിനി